നമസ്കാരം. കാലങ്ങളായി കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ വ്യാപകമായി കേൾക്കുന്ന ഒന്നാണ് കേന്ദ്രം കേരളത്തിന് ഒന്നും നൽകുന്നില്ല എന്ന്. മാറി മാറി വന്ന സർക്കാരുകൾ പലപ്പോഴായി ഈ പല്ലവി ആവർത്തിച്ചിട്ടുണ്ട്. പിണറായി വിജയൻ സർക്കാർ അധികാരമേറ്റ ശേഷം എത്രയോ തവണ ഈ ആവർത്തനം ഉണ്ടായി. എന്നാൽ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാക്കളുമെല്ലാം വ്യാജ പ്രചരണമാണ് നടത്തുന്നത് എന്നാണ് BJP പറയുന്നത്. പാവപ്പെട്ടവർക്ക് വേണ്ടിയുള്ള കേന്ദ്ര പദ്ധതികൾ രാഷ്ട്രീയ വൈരാഗ്യം വെച്ച് കേരളത്തിൽ നടപ്പിലാക്കുന്നില്ല എന്നാണ് BJPയുടെ വാദം. ലക്ഷക്കണക്കിന് ഗുണഭോക്താക്കളുടെ അവസരം സംസ്ഥാന സർക്കാർ ഇല്ലാതാക്കുന്നതായും BJP സംസ്ഥാന കോർ കമ്മിറ്റി യോഗ തീരുമാനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് സംസ്ഥാന ജനറൽ സെക്രട്ടറി P. സുധീർ പറഞ്ഞു. കേന്ദ്ര പദ്ധതികളുടെ പ്രചാരണത്തിനും നിർവഹണത്തിനുമായി വലിയ പദ്ധതികൾ ആണ് BJP നടത്താൻ ഒരുങ്ങുന്നത്. എല്ലാ വാർഡുകളിലും ബൂത്തുകളിലും ജനക്ഷേമ പദ്ധതികൾ അർഹതയുള്ളവരിലേക്ക് എത്തിക്കും. BJP പ്രവർത്തകർ ഗുണഭോക്താക്കളെ നേരിട്ട് കണ്ട് കേന്ദ്ര പദ്ധതികളുടെ ഭാഗമാകും. 30 സംഘടനാ ജില്ലാ ഓഫീസുകളിലും വിപുലമായ ഹെൽപ്പ് ഡെസ്കുകൾ ആരംഭിക്കുമെന്നും പാർട്ടി വ്യക്തമാക്കുന്നു. കേന്ദ്ര പദ്ധതികളിൽ രാഷ്ട്രീയം കളിക്കുന്നു. കേന്ദ്ര പദ്ധതികൾ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കാത്തതാണോ? BJPയുടെ വിമർശനം വസ്തുതാപരമാണോ? ജനക്ഷേമ പദ്ധതികൾ പാർട്ടിക്ക് ഏറ്റെടുക്കാൻ സാധിക്കുമോ? സ്പെഷ്യൽ ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ചർച്ചയിൽ പങ്കെടുക്കുന്നത് BJP നേതാവ് ശ്രീ KVS ഹരിദാസ്, ശ്രീ വസന്ത് തെങ്ങുംപള്ളി കോൺഗ്രസ് നേതാവ്, A. സമ്പത്ത് മുൻ MP CPIM നേതാവ് എന്നിവർ ആണ്. ആദ്യം ശ്രീ KVS ഹരിദാസ്, BJPക്ക് പുതിയ സംസ്ഥാന അധ്യക്ഷൻ ഉണ്ടായത് കഴിഞ്ഞ ദിവസമാണ്. അതിനുശേഷം നടന്ന പ്രധാനപ്പെട്ട ഒരു യോഗം, ആ യോഗത്തിൽ ആണ് BJP കോർ കമ്മിറ്റിയിൽ വളരെ പ്രധാനപ്പെട്ട ചില തീരുമാനങ്ങൾ എടുക്കുന്നത്. അത് രാഷ്ട്രീയം പറയുക എന്നതിനപ്പുറത്ത് വികസന വിഷയങ്ങളിൽ കേരളവും കേന്ദ്രവും തമ്മിലുള്ള തർക്കം, ആ തർക്കത്തെ സംബന്ധിച്ച് ധനവിനിയോഗം, കേരളത്തിന് അനുവദിക്കുന്ന ക്ഷേമ പദ്ധതികൾ, ഇതൊക്കെ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ഒരു നീക്കത്തിലേക്ക് പോവുകയാണ് BJP. അതിൻ്റെ വസ്തുതയിലേക്ക് വരുന്നതിന് മുമ്പ് വ്യത്യസ്തമായൊരു സമീപനവും രീതിയും പരീക്ഷിക്കാനാണോ BJPയുടെ ശ്രമം? അഭിലാഷ്, ഇവിടെ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, BJP എക്കാലത്തും മോഡി ഗവൺമെന്റിന്റെ പദ്ധതികൾ ജനഹൃദയങ്ങളിൽ എത്തിക്കാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. അത് ഏത് കാലത്തും മോഡി ഗവൺമെന്റ് വന്നതിന് ശേഷം എല്ലാ പരിപാടികളിലും അതിനൊരു ഊന്നൽ നൽകാറുണ്ട്. ഇന്നിപ്പോ ഞങ്ങൾക്കൊരു പുതിയ അധ്യക്ഷൻ വന്നിരിക്കുന്നു, ഒരു ടെക്നോക്രാറ്റ്, അതേ സമയത്ത് ഒരു എന്റർപ്രണർ, അതിലുപരി ഒരു ക്ലീൻ ഇമേജോടുകൂടി ഒരു കേരളം ശ്രദ്ധിക്കുന്ന ഒരു നേതാവിനെ BJPയുടെ അധ്യക്ഷനായിട്ട് ലഭിച്ചിരിക്കുന്നു. ശരി, അദ്ദേഹം നൽകിയ ഊന്നല് കേരളത്തിന്റെ ജനങ്ങളുടെ മനസ്സിലുള്ള പ്രയാസങ്ങള്, വിഷമങ്ങള് മനസ്സിലാക്കി അത് ജനങ്ങളിലേക്ക് കൂടുതൽ എത്തിക്കാനുള്ള ശ്രമങ്ങൾ വേണം എന്നതാണ്. ഇപ്പൊ കേന്ദ്രം ഒരുപാട് ആവശ്യങ്ങൾക്ക് വേണ്ടി പണം കൊടുക്കുന്നുണ്ട്. കേന്ദ്ര പദ്ധതികൾക്ക് ഒരു കുറവുമില്ല. പക്ഷെ ദൗർഭാഗ്യവശാൽ അതിന്റെ പ്രയോജനം കേരളത്തിലെ ജനങ്ങൾക്ക് കിട്ടുന്നില്ല. അതിനൊരു പരിഹാരം വേണ്ടേ? അതിന് പല കാരണങ്ങളുണ്ടാകാം. പക്ഷെ കേന്ദ്രം നൽകുന്ന പണം കേരളത്തിലെ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുത്താത്ത വിധത്തിലുള്ള ഒരു പ്രശ്നങ്ങൾ കേരളത്തിലുണ്ട്. അതിന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അനവധി റീസൺസ് ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ട കാരണം നമുക്കൊക്കെ അറിയാവുന്നത് പോലെ കേരളം ചെന്ന് പെട്ടിട്ടുള്ള സാമ്പത്തിക കെടുകാര്യസ്ഥത കൊണ്ട് തന്നെയാണ്. ശരി, സാമ്പത്തിക കടക്കണി കൊണ്ട് തന്നെയാണ്. ഒരു വിധത്തിലും തല ഉയർത്താൻ കഴിയാത്ത വിധം കേരളം ചെന്ന് പെട്ടിരിക്കുന്നു. ഇതിന് പരിഹാരം എന്താ? ഇതിന് പരിഹാരം കേന്ദ്രവുമായിട്ട് സഹകരിച്ച്
കേന്ദ്ര പദ്ധതികൾ നന്നായിട്ട് നടപ്പിലാക്കി കേന്ദ്രം അനുവദിക്കുന്ന പദ്ധതികളിലൂടെ കേരളത്തെ മോചിപ്പിക്കാനുള്ള ശ്രമമാണ്. അല്ലാതെ കേരളത്തില് ഇവരെന്ത് വിചാരിച്ചാലും ഒരു ഡെവലപ്മെന്റ് പ്രൊജക്ട് കൊണ്ടുവരാൻ കഴിയുന്നില്ല. ശരി, അവിടെ ഞാനൊരു സംശയമായി നമ്മളൊരു ഫെഡറൽ സംവിധാനത്തോടു കൂടിയാണല്ലോ മുന്നോട്ട് പോകുന്നത്. താങ്കൾ ഈ പറയുന്നത് പോലെ കേരളത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന പിഴവുകൾ ആയിരിക്കാം. അപ്പോഴും ഈ ഫെഡറൽ സംവിധാനത്തിൽ നിൽക്കുമ്പോൾ അതിന് ചില ചട്ടക്കൂടുകൾ ഉണ്ടല്ലോ. അതായത് ഒരു സംസ്ഥാനത്തിന് വേണ്ട വിഹിതം എങ്ങനെയാണ് നൽകുക, അത് സംസ്ഥാനവും കേന്ദ്രവും തമ്മിലുള്ള പരസ്പര ധാരണ പ്രകാരം അല്ലെങ്കിൽ ചർച്ചകളിലൂടെയൊക്കെയാണ്. അവിടെ എങ്ങനെയാണ് ഒരു പാർട്ടിക്ക് ആ വിഷയത്തിലേക്ക് കടന്നു ചെല്ലാൻ പറ്റുക? ഇവിടെ ഇപ്പോൾ സംസ്ഥാന കോർ കമ്മിറ്റിക്ക് ശേഷം BJP വ്യക്തമാക്കുന്നത് ഗുണഭോക്താക്കളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി BJP പ്രവർത്തിക്കുമെന്നാണ്. അങ്ങനെ ഒരു പാർട്ടി സംവിധാനത്തിന് ഈ ക്ഷേമ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കുമോ? അതിനല്ലേ നമ്മൾക്ക് സർക്കാർ സംവിധാനങ്ങളുള്ളത്. അല്ല, മോഡി ഗവൺമെന്റിന്റെ സ്കീംസ് ഉണ്ട്, പാവപ്പെട്ടവർക്ക് വേണ്ടിയുള്ള ഒരുപാട് പദ്ധതികളുണ്ട്. ഇത് കേരളത്തിൽ നടപ്പിലാക്കുന്നില്ല. ഇത് ജനങ്ങളെ വഞ്ചിക്കുകയാണ് ഇവിടെ ഉള്ളവര് എന്നുള്ള മെസ്സേജ് ഞങ്ങൾക്ക് ആദ്യം എത്തിക്കാൻ കഴിയുമല്ലോ. അതിനുശേഷം ഈ പ്രശ്നങ്ങള് ഞങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ മുന്നിൽ അവതരിപ്പിക്കും, സമഗ്രമായിട്ട് അവതരിപ്പിക്കും. കേന്ദ്ര സർക്കാരിന് ഇതിനെക്കുറിച്ച് ധാരണയില്ലാഞ്ഞിട്ടല്ല, പക്ഷെ BJP ഈ പ്രശ്നങ്ങൾ സമഗ്രമായിട്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ മുമ്പിൽ അവതരിപ്പിക്കും. അതിനൊരു പരിഹാരം കാണാനുള്ള ശ്രമം ഞങ്ങൾ നടത്തും. അല്ലാതെ BJP എന്ന നിലയിലല്ല ചെയ്യാൻ പോകുന്നത്. പക്ഷെ കേന്ദ്ര സർക്കാരിനെ ഇൻവോൾവ് ചെയ്യിച്ചുകൊണ്ട് ഇതിന് പരിഹാരം കാണാനുള്ള ശ്രമം നടത്തും. അല്ലാതെ കേരളത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. കേരളത്തിലെ ജനങ്ങളോട് ഇടതുപക്ഷ സർക്കാർ എന്തെല്ലാം കാട്ടിക്കൂട്ടിയാലും ഞങ്ങൾക്ക് കേരളത്തിലെ ജനങ്ങളോട് ഒരു പ്രതിബദ്ധതയുണ്ട്. ആ പ്രതിബദ്ധത നിറവേറ്റുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ നരേന്ദ്രമോദി ഗവൺമെന്റിനെ കൊണ്ട് ചെയ്യിക്കാൻ കഴിയണം എന്നതാണ് ഞങ്ങളുടെ ശ്രമം. അതിനുള്ള ശ്രമമാണ് ഞങ്ങൾ നടത്താൻ. അവിടെ എനിക്ക് ഇനിയും ഉണ്ടാകുന്ന ഒരു സംശയം, താങ്കൾ ഈ പറയുന്നത് പോലെ ഇതിപ്പോൾ പാർട്ടിയല്ല നടത്തുക എന്ന് പറയുമ്പോൾ പോലും ഇതെങ്ങനെയാണ് ഈ സംവിധാനം എന്നത് സംബന്ധിച്ച് ചില തീരുമാനങ്ങൾ അതുമുണ്ടായി. ഇപ്പോൾ എല്ലാ വാർഡുകളിലും ബൂത്തുകളിലും ഈ ജനക്ഷേമ പദ്ധതികളുമായി ബന്ധപ്പെട്ട് അർഹതയുള്ളവരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി 30 സംഘടനാ ജില്ലാ ഓഫീസുകളിലും വിപുലമായ ഹെൽപ്പ് ഡെസ്കുകൾ ആരംഭിക്കും എന്ന് പറയുന്നുണ്ട്. അതാണ് എൻ്റെ സംശയം. അതായത് ഈ ഹെൽപ്പ് ഡെസ്കുകളൊക്കെ ആരംഭിച്ച് എങ്ങനെയാണ് ഈ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കുക? അല്ലെങ്കിൽ ഹെൽപ്പ് ഡെസ്ക് എന്ന നിലയിൽ ഒരുപക്ഷെ പരാതികൾ കേൾക്കാൻ പാർട്ടിക്ക് സാധിക്കുമായിരിക്കും. അതിനപ്പുറത്ത് സംസ്ഥാന സർക്കാർ വഴി അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ വഴി എത്തേണ്ട പദ്ധതികൾ അവരിലേക്ക് എങ്ങനെ എത്തിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. അല്ലാതെ ഞങ്ങൾക്ക് അതിനുള്ള സംഘടനാ മെഷീനറി ഉണ്ടെന്ന്. ഹെൽപ്പ് ഡെസ്ക് മാത്രമല്ലല്ലോ, ഹെൽപ്പ് ഡെസ്ക് ഒരു കോർഡിനേഷന്റെ യൂണിറ്റാണ്. താഴെ തട്ടിൽ ബൂത്ത് തലം വരെ പഞ്ചായത്ത് തലത്തിലുള്ള പ്രവർത്തകരുടെ ഇൻവോൾവ്മെന്റോടുകൂടി ഞങ്ങളത് പ്രാവർത്തികമാക്കും. അതിനുള്ളൊരു കാഴ്ചപ്പാട് ഞങ്ങൾക്കുണ്ട്, ഞങ്ങൾക്കൊരു സമീപനമുണ്ട്, ഞങ്ങൾക്കൊരു പദ്ധതിയുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇത്തരം കാര്യങ്ങളിൽ നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ ഗൈഡൻസോടുകൂടി സഹായത്തോടുകൂടി ചിലതെല്ലാം ചെയ്യാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. അത് നിലയ്ക്ക് തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകാൻ പോകുന്നത്. തീർച്ചയായും ഏപ്രിൽ 15 മുമ്പ് തീരുമാനമായിട്ടല്ലേ ഉള്ളൂ. ശരി, അതുകൊണ്ടാണ് അതായത് എന്തെങ്കിലും കൃത്യമായ ഒരു കാഴ്ചപ്പാടോടെയോ വിഭാവനം ചെയ്തതിന് ശേഷമാണോ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് എന്ന സംശയം ഞാൻ ആവർത്തിച്ചത്. ഇനിയിപ്പോൾ ഈ പറയുന്നതനുസരിച്ച് ഏപ്രിൽ 15 എന്ന് പറഞ്ഞാൽ കേവലം 15ഓ 16ഓ ദിവസങ്ങളൊക്കെയാണ് ഇനി ശേഷിക്കുന്നത് എന്നതുകൊണ്ടാണ്. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ വസന്ത് തെങ്ങമ്പള്ളി, സാധാരണ നമുക്കറിയാം പലപ്പോഴായി ഈ രാഷ്ട്രീയ പ്രചരണ വേദികളിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ആയുധമാക്കുന്ന ഒന്നാണ് ഈ സാമ്പത്തിക സ്ഥിതി എന്നത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത്. അത് കാലങ്ങളായി കേരളം വലിയ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നുണ്ട്. ഓരോ സർക്കാരുകൾ മാറി വരുമ്പോഴും ആ സാമ്പത്തിക ബാധ്യത ഉയരുന്ന പശ്ചാത്തലവുമാണുള്ളത്. അവിടെ ഈ ആരോപണങ്ങൾക്കപ്പുറം എന്തൊക്കെയാണ് കേന്ദ്ര പദ്ധതികൾ, അതിൽ ഏതൊക്കെയാണ് കേരളത്തിന് ലഭിക്കുന്നത്, ആ കേരളത്തിന് ലഭിക്കേണ്ട പദ്ധതികൾ എങ്ങനെ നഷ്ടമാകുന്നു, അതിൻ്റെ ഉത്തരവാദികൾ ആര്, ഇതൊക്കെ സംബന്ധിച്ചുള്ള കൃത്യമായ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ടുള്ള ചർച്ച, അത് രാഷ്ട്രീയത്തിനപ്പുറം ഇത്തരം നീക്കങ്ങളെ സ്വാഗതം ചെയ്യേണ്ടതല്ലേ ശ്രീ വസന്ത്? അല്ല ശ്രീ അഭിലാഷ്, നോക്കൂ, അങ്ങ് നിസാരവൽക്കരിച്ചതുപോലെ ഓരോ സർക്കാരും മാറി മാറി വരുമ്പോൾ ഉണ്ടാവുന്ന സാമ്പത്തിക പ്രതിസന്ധി അല്ല കഴിഞ്ഞ 7 വർഷക്കാലമായി കേരളത്തിലുള്ളത്, കഴിഞ്ഞ 10 കാലത്തിലേറെയായി രാജ്യത്തുള്ളത്. അല്ല, ഞാൻ താങ്കളെ അങ്ങനെ നിസ്സാരവൽക്കരിച്ചൊന്നുമില്ല. പക്ഷേ 7 വർഷങ്ങൾക്ക് മുമ്പും
സാമ്പത്തിക പ്രതിസന്ധി എന്നത് അറിയാമല്ലോ താങ്കൾക്കും. തീർച്ചയായും ഓരോ സർക്കാരും മാറി വരുമ്പോ ഒരു ഫിനാൻഷ്യൽ ഡെഫിസിറ്റ് അത് ഉണ്ടാവാറുണ്ട്. കാര്യം നമ്മൾ വികസനത്തിലേക്ക് കുതിക്കുന്നവരാണ്, നമ്മൾ മുമ്പോട്ട് നോക്കി നിൽക്കുന്നവരാണ്. കേരളവും ഇന്ത്യ ഒട്ടാകെ സ്വാഭാവികമായും സർക്കാരുകൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാവും, ഡെഫിസിറ്റ് ഉണ്ടാവും. പക്ഷേ കേരളത്തിന്റെ അവസ്ഥ എന്താണ്? കഴിഞ്ഞ 50-55 വർഷക്കാലമായി വിവിധ സർക്കാരുകൾ, അതിൽ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ഉണ്ട്, കരുണാകരന്റെ ഗവൺമെന്റ് ഉണ്ട്, VS അച്യുതാനന്ദന്റെ ഗവൺമെന്റ് ഉണ്ട്, നായനാരുടെ ഗവൺമെന്റ് ഉണ്ട്, EMSന്റെ ഗവൺമെന്റ് ഉണ്ട്. അങ്ങനെ വിവിധ ഗവൺമെന്റുകൾ ചേർത്തെടുത്തതിന്റെ പരശതം ഇരട്ടിയാണ്, എത്രയോ ഇരട്ടിയാണ്. കഴിഞ്ഞ 7 വർഷക്കാലം കൊണ്ട് പെർ ഹെഡ് ഡെപ്റ്റ് നേടിയെടുക്കാൻ വേണ്ടി പിണറായി വിജയൻ ഗവൺമെന്റ് സാധിച്ചത്. പറ്റുമെങ്കിൽ നമ്മൾ ഒരു അനുമോദന യോഗമൊക്കെ സംഘടിപ്പിക്കണം. അതായത് ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുമ്പോ, ഞാൻ ഫോർ ആൻ എക്സാമ്പിൾ ആണ് പറയുന്നത്, ഇറങ്ങിപ്പോകുമ്പോ ഒരു കുട്ടി ജനിച്ചു വീഴുമ്പോ അവന്റെ കടം 1000 ആയിരുന്നെങ്കിൽ ആ 1000 വരെ എത്തിയത് EMS ഗവൺമെന്റ് തൊട്ട് ഉമ്മൻചാണ്ടി ഗവൺമെന്റ് വരെ ഉള്ളതാണെന്ന് നോക്കണം. ആ 1000 ആയിരുന്നെങ്കിൽ 7 വർഷങ്ങൾ പിണറായി വിജയന്റെ ഭരണത്തിനു ശേഷം ഇന്നൊരു കുട്ടി ജനിച്ചു വീഴുമ്പോ അവന്റെ കടം 4000-ആണ്. 4 ഇരട്ടിയിലേക്ക് 50 വർഷക്കാലത്തെ കടത്തെ കൊണ്ടുപോയി എത്തിക്കാൻ സാധിച്ച ധനകാര്യ മിസ്മാനേജ്മെന്റിന്റെ പേരാണ് പിണറായി വിജയൻ ഗവൺമെന്റ്. അതിൽ വലിയ പങ്ക് വഹിച്ച ആളാണ് 87 രൂപയ്ക്ക് കോഴി കൊടുക്കുമെന്ന് പറഞ്ഞ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ. മറ്റേ നമ്മുടെ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പോയി മണിയടിച്ച് അവിടെ നിന്ന് പൈസ കൊണ്ടുവന്ന് അവിടെ നിന്ന് 9.5% ഇവിടെ 6% നിക്ഷേപിച്ച സാമ്പത്തിക ശാസ്ത്രജ്ഞൻ ഡോക്ടർ തോമസ് ഐസക്. ഇവർ രണ്ടും കൂടെയാണ് ഈ പരിപാടി ഇവിടം വരെ എത്തിച്ചത്. പക്ഷേ അതിനുശേഷവും അനിയന്ത്രിതമായ ദൂർത്ത്, സാമ്പത്തിക അച്ചടക്കമില്ലായ്മ, ഭദ്രതയില്ലായ്മ കേരളത്തെ വലിയ കടക്കണിയിലേക്ക് കൊണ്ടുപോയി എത്തിച്ചിട്ടുണ്ട് എന്നതിൽ സംശയം വേണ്ട. അത് തന്നെയാണ് കേന്ദ്രത്തിന്റെ അവസ്ഥ. കഴിഞ്ഞ വർഷങ്ങളിൽ നിന്ന്, കഴിഞ്ഞ ഒരു ദശാബ്ദങ്ങളിൽ രാജ്യം മുഴുവൻ എടുത്ത കടത്തേക്കാൾ എത്രയോ വലിയ ഇരട്ടി കടത്തിലേക്ക് രാജ്യം ഒട്ടാകെ പോയിട്ടുണ്ട്. അത് നിർമ്മലാ സീതാരാമൻ തന്നെ അംഗീകരിച്ചിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായും കടമെടുത്തു കൂട്ടുന്നതിൽ ഇവർ തമ്മിൽ യാതൊരുവിധ വ്യത്യാസവുമില്ല. അനിയൻ ബാബ ചേട്ടൻ മാവയാണ് ഇവർ എന്നുള്ളതാണ് ബോധ്യമാകുന്നത്. നോക്കൂ, സംസ്ഥാന സർക്കാർ എല്ലാ കാലത്തും കേന്ദ്രത്തിൽ നിന്ന് പണം കിട്ടാനുണ്ട് എന്നാണ് എല്ലാ കാര്യത്തിലും പറയുന്നത്. ആശാവർക്കർമാരുടെ സമരം, അപ്പൊ അവർ പറഞ്ഞു കേന്ദ്രം പൈസ തരാനുണ്ട്, അതുകൊണ്ടാണ് നമുക്കിത് കൊടുക്കാൻ സാധിക്കാത്തത്. KSE പ്രൈസ് ഹൈക്ക് വരുമ്പോൾ പറയുന്നത് എന്താണ്? കേന്ദ്ര സഹായം ഇല്ല, കേന്ദ്രം പല ഇലക്ട്രിസിറ്റി പൂളുകളിൽ നിന്നും നമുക്ക് വൈദ്യുതി ലഭ്യമാക്കുന്നതിൽ വലിയ വീഴ്ച വരുത്തി എന്നാണ് അവർ പറയുന്നത്. മൂന്നാമത് അവർ പറഞ്ഞത് GST കോമ്പൻസേഷൻ കിട്ടാനുണ്ടെന്നാണ്. GST എന്താണ്? ഗപ്രസിംഗ് ടാക്സ് എന്നതിനപ്പുറത്ത് GST എന്താണ് എന്ന് ബോധ്യമുള്ള എല്ലാവർക്കും അറിയാം. അതിന്റെ കോമ്പൻസേഷൻ എത്ര കാലത്തേക്കാണ് അതിന്റെ ആക്ടിൽ തന്നെ വെച്ചിരുന്നതെന്നും അത് ഒരു കാലഘട്ടം കഴിയുമ്പോൾ തീരുമായിരുന്നുവെന്നും മനസ്സിലാവാതിരുന്നത് ഡോക്ടർ ഐസക്കിനും പിണറായി വിജയനും പിന്നെ കുറെ കമ്മിക്കൂട്ടങ്ങൾക്കും മാത്രമാണ്. ഞാൻ കടത്തി പറയുകയാണ് കേട്ടോ, അവർക്ക് മാത്രമാണ് ഇത് മനസ്സിലാവാതിരുന്നത്. അപ്പോ കുറെ എക്സ്ക്യൂസുകൾ കേന്ദ്രം തരാത്തത് കൊണ്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് കേന്ദ്രത്തെ പഴിചാറി തടിതപ്പാൻ, അതായത് ഇല്ലാത്ത കാര്യങ്ങൾ പൊലിപ്പിച്ച് കാണിച്ച് തടിതപ്പാൻ ഉള്ള കാര്യങ്ങൾ അവിടെ നിൽക്കുമ്പോഴും കേരളം ശ്രമിക്കുമ്പോൾ അതിൻ്റെ അകത്തൊരു ഒരു ഹെൽത്തി ഡിബേറ്റ് അത് എമർജ് ചെയ്ത് വരുന്നുണ്ടെങ്കിൽ ഞങ്ങൾ അതിനെ സ്വാഗതം ചെയ്യുകയാണ്. അതിന് BJP നേരിട്ടെത്തിയതാ, ഞങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് പദ്ധതികളുടെ മുഴുവൻ അപ്പോസ്തലന്മാർ ഞങ്ങളാണ്, ഞങ്ങൾ വഴി മാത്രം ഇത് നടന്നാൽ മതി എന്നുള്ള രീതിയിലേക്ക് അങ്ങ് നേരത്തെ ആശങ്ക പ്രകടിപ്പിച്ചതുപോലെ ഇവരുടെ BJP ഓഫീസുകളിൽ കൂടെ മാത്രമേ കേന്ദ്ര പദ്ധതികൾ നടപ്പിലാകൂ എന്നുള്ള ഒരു നയം സ്വീകരിച്ചാൽ അതിനെ എതിർക്കുകയും ചെയ്യും, എതിർക്കപ്പെടേണ്ടതുമാണ്. അല്ല, അവിടെ ശ്രീ വസന്ത്, ആ നിലയിലല്ലല്ലോ BJPയുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ള ഒരു പ്രതികരണം എന്നത്. അതായത് കേന്ദ്ര പദ്ധതികൾ അല്ലെങ്കിൽ കേന്ദ്രം കേരളത്തിലെ ജനങ്ങൾക്ക് കൂടി നൽകേണ്ട പദ്ധതികൾ അത് രാഷ്ട്രീയ വൈരിത്താൽ നടപ്പിലാക്കുന്നില്ല, അതിൻ്റെ ഗുണഭോക്താക്കളായവർക്ക് അവരുടെ അവസരം നഷ്ടപ്പെടുന്നു, ആ നിലയിൽ അവരെ കൂടി കണ്ടെത്തി അത് അവരിലേക്ക് എത്തിക്കാനുള്ള നീക്കം എന്നുള്ളതാണ് ഇപ്പോൾ BJP പറയുന്നത്. അതിനിപ്പോൾ പ്രാവർത്തികമാകുമ്പോഴാണ് താങ്കൾ ഈ സൂചിപ്പിച്ചതുപോലെ അത് പാർട്ടിക്കാർക്ക് മാത്രമായി ലഭിക്കുന്ന ഒന്നായി മാറുമോ എന്നത് അറിയേണ്ടത്. പക്ഷേ അങ്ങനെയാണ് എങ്കിൽ പോലും അവിടെയാണല്ലോ അത് വിഷയമായി വരുന്നത്. ശ്രീ വസന്ത്, ഞാൻ ആവർത്തിക്കുന്നു, അങ്ങനെയാണ് എങ്കിൽ പോലും അത് കേരളത്തിന് ലഭിക്കേണ്ടതായിരിക്കാം. നോക്കൂ ശ്രീ അഭിലാഷ്, നിലവിൽ ഈ BJP പ്രഖ്യാപിച്ചിരിക്കുന്ന പദ്ധതിയെ പറ്റി എനിക്ക് തോന്നുന്നത് നാട്ടിൻപുറങ്ങളിലൊക്കെ നമ്മൾ കേൾക്കുന്നത് പോലെ പുത്തനച്ചി പുരപ്പുറം തൂക്കും എന്ന് കേട്ടിട്ടില്ലേ? അതായത് പുതിയ BJP പ്രസിഡന്റ് ഉണ്ടായിരിക്കുന്നു, ആര്? കേരളവുമായി യാതൊരു ബന്ധവുമില്ലാത്ത, കേരളത്തിനെ പറ്റി യാതൊരു അറിവുമില്ലാത്ത രാജീവ് ചന്ദ്രശേഖരൻ. അദ്ദേഹം കേരളത്തിൽ മത്സരിച്ചിട്ടുണ്ടോ? നല്ല കാര്യം. അദ്ദേഹത്തിന് കേരളത്തിൽ ഇടത് നേതാക്കളുമായി ചേർന്ന് ചില റിസോർട്ട് ബിസിനസ്സുകളുണ്ട്, അതും നല്ല കാര്യം. നോക്കൂ, സ്വന്തം പിതാവിന്റെ പേര് പോലും എഴുതി കൊടുത്ത പേപ്പർ നോക്കി വായിക്കേണ്ട ഗതികേടുള്ള BJP സംസ്ഥാന പ്രസിഡന്റിനെ കിട്ടിയ BJP നേതൃത്വമാണ് ഇന്നുള്ളത്. നമ്മൾ കണ്ടതാണല്ലോ. അദ്ദേഹത്തിന്റെ
ആദ്യ പ്രസംഗത്തിൽ സ്വന്തം പിതാവിന്റെ പേര്, എനിക്കും അഭിലാഷിനുമൊക്കെ പിതാക്കന്മാരുടെ പേര് പറയാൻ വേണ്ടി പേപ്പർ എഴുതി നോക്കി വായിക്കേണ്ട അവസ്ഥയില്ലല്ലോ, ഈ പാനലിസ്റ്റുകൾക്ക് ആർക്കുമില്ല. പക്ഷേ സ്വന്തം പിതാവിന്റെ പേര് എഴുതി കൊടുത്ത പേപ്പറിൽ നിന്ന് നോക്കി വായിക്കാനും അത് തപ്പിത്തടഞ്ഞു വായിക്കേണ്ടിയും ഗതികേട് വന്ന പ്രസിഡന്റിനെയാണ് BJP കിട്ടിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഒരു ഭാഷാ പ്രശ്നമല്ലേ ശ്രീ വസന്ത്? അല്ലാതെ അദ്ദേഹം ഇപ്പൊ ഭാഷാ സ്വാധീനം എന്ന് പറഞ്ഞാൽ പലർക്കും പല രീതിയിലുള്ള, ഇപ്പൊ താങ്കളുടെ നേതാവാണല്ലോ ഈ ശശി തരൂര്, അദ്ദേഹം മലയാളം സംസാരിക്കുന്നത് ഏത് നിലയിലാണ്? അപ്പോൾ മലയാളം അങ്ങനെ ഫ്ലുവൻ്റായി ഒഴുക്കോടുകൂടി മാത്രം സംസാരിച്ചാൽ മാത്രമേ ഒരാൾ നേതാവാകൂ എന്ന് നമുക്ക് അങ്ങനെ വിലയിരുത്താൻ സാധിക്കുമോ? അല്ല, അങ്ങനെ ഒരു അഭിപ്രായമുള്ള ആളല്ല ഞാൻ. പക്ഷേ തരൂരിനോ എനിക്കോ താങ്കൾക്കോ ഒന്നും പിതാവിന്റെ പേര് അതിന് ഏത് ഭാഷയിലാണേലും നോക്കി വായിക്കേണ്ട ഗതികേടില്ല. അങ്ങനെ വരാതിരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. നോക്കൂ, എന്റെ പിതാവിന്റെ പേര് ഹിന്ദിയിൽ പറഞ്ഞാലും വസന്ത് സിറിയക് എന്നത് വസന്ത് സിറിയക് തന്നെയല്ലേ, തമിഴിൽ പറഞ്ഞാലും വസന്ത് സിറിയക്കല്ലേ, കന്നഡയിൽ പറഞ്ഞാലും വസന്ത് സിറിയക്കല്ലേ. അതിനകത്ത് ഭാഷയുടെ അതിർവരമ്പുകളുടെ പ്രശ്നമുണ്ട് എന്ന് അങ്ങ് പറയരുത്. അങ്ങനെ ഇല്ല. അതുകൊണ്ട് തന്നെ ഞാൻ ആ പ്രസംഗത്തെ കുറിച്ചാണ് ഇപ്പോൾ എഴുതിപ്പെട്ട ഒരു പ്രസംഗം, അദ്ദേഹത്തിന്റെ ആ പ്രസംഗം അന്ന് ചുമതലയേറ്റതിനു ശേഷം അദ്ദേഹം ആ പ്രസംഗത്തിലുടനീളം അത്തരത്തിൽ തപ്പിത്തടഞ്ഞു തന്നെയാണ് വായിക്കുന്നത്. അത് സ്വാഭാവികമായും ഒരു പക്ഷേ മലയാളം അധികം ഉപയോഗിക്കാത്തത് കൊണ്ടായിരിക്കാം എന്ന നിലയിലാണ് ഞാൻ പറഞ്ഞത്. ബഹുകേമം, ഞാൻ ഉദ്ദേശിച്ചത് ബഹുകേമമായ ഒരു പ്രസിഡന്റിനെയാണ് അവർക്ക് കിട്ടിയിരിക്കുന്നത്. അതിൽ എനിക്ക് സന്തോഷമുണ്ടെന്നേ, എനിക്ക് വളരെ സന്തോഷമുണ്ട്. അവർക്ക് ഇത്രമാത്രം പരിജ്ഞാനമുള്ള, ഇത്രമാത്രം കാര്യങ്ങൾ നല്ല രീതിയിൽ അവതരിപ്പിക്കാൻ സാധിക്കുന്ന, സ്വന്തം പിതാവിന്റെ പേര് പോലും നോക്കി വായിക്കുന്ന ഒരു പ്രശ്നം കിട്ടിയ നല്ല കാര്യം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, പുത്തനച്ചി പുരപ്പുറം തൂക്കുമെന്ന് പറഞ്ഞതുപോലെ ഇവർ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നതാണ് ഒരു ആരംഭശൂരത്വം, ആവേശമാണ്. ാണ് എനിക്ക് തോന്നുന്നത് ശ്രീ അഭിലാഷ്. അല്ലാതെ അതിനകത്ത് ഇവർക്കൊന്നും ചെയ്യാനില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ കേന്ദ്ര പദ്ധതികളുടെ വിതരണക്കാരി സ്വാഭാവികമായും ടെക്നിക്കലി അത് കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രിയാണ്. അവരാണല്ലോ കേന്ദ്ര പദ്ധതികൾ പ്രഖ്യാപിക്കുന്നത്. ടെക്നിക്കലി എങ്കിലും സ്വാഭാവിക അതിന്റെ നടത്തിപ്പുകാരി, സൂക്ഷിപ്പുകാരി ഒക്കെ അവരാണ്. നിർമ്മലാ സീതാരാമൻ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി നിർമ്മലാ സീതാരാമനെ RSS നേതാവായ കേരളത്തിൽ നിന്നുള്ള ബാക്കി ഒരു CPM നേതാക്കളെ ഉപയോഗിക്കാതെ, ലൈസൻസ് KV തോമസിനെ ഉപയോഗിക്കാതെ RSS നേതാവായ ആർക്കിലേറ്ററെ കൂട്ടിപ്പോയി കാണുമ്പോ, അദ്ദേഹത്തിന്റെ മധ്യസ്ഥതയിൽ കാണുമ്പോ സ്വാഭാവികമായും കേന്ദ്രമന്ത്രി, ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമൻ പറയണ്ടേ, ഇതാ ഞാൻ ഇവിടെ നിന്ന് എത്രയോ പദ്ധതികൾ നിങ്ങൾക്ക് നൽകുന്നു, നിങ്ങൾ അതൊന്നും കേരളത്തിൽ നടപ്പിലാക്കുന്നില്ലല്ലോ എന്ന് പറയണ്ടേ? അങ്ങനെ പറഞ്ഞിട്ടില്ല. അല്ല, അത് പറഞ്ഞിട്ടുണ്ട്. ആര് പറഞ്ഞു? അതായത് അന്നത്തെ മീറ്റിംഗിലല്ലല്ലോ, കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ നിർമ്മലാ സീതാരാമൻ പറഞ്ഞത് എന്താണ്? 2014 മുതൽ 2024 വരെ 1.57 ലക്ഷം കോടി രൂപ മോദി സർക്കാർ കേരളത്തിന് നൽകിയിട്ടുണ്ട്. ഇത് ധനബില്ലിന്മേലുള്ള ചർച്ചയ്ക്ക് രാജ്യസഭയിൽ പറഞ്ഞ മറുപടിയാണ് അവർ. അല്ലല്ല, പണം നൽകിയില്ല എന്നുള്ള ക്ലെയിം അല്ല ഞാൻ പറയുന്നത്. കേന്ദ്ര പദ്ധതികൾ കൃത്യമായ രീതിയിൽ കേരളത്തിൽ നടപ്പിലാകുന്നില്ലെങ്കിൽ അത് സംസാരിക്കണമായിരുന്നു. മുഖ്യമന്ത്രിയുമായുള്ള മീറ്റിംഗിന് ശേഷം അവരുടെ ഓഫീസ് തന്നെ പുറത്തുവിട്ട പ്രസ് റിലീസിൽ ഒരിടത്ത് പോലും അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇല്ല. മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നും ഇല്ല കേട്ടോ. ഇവിടെ നിന്ന് ഞങ്ങൾ കേന്ദ്രത്തെ വെല്ലുവിളിക്കുന്നു, ഞങ്ങൾ ഗോദയിലേക്ക് ഗോഗ്വ വിളിക്കാൻ പോവുകയാണ്, നിർമ്മലാ സീതാരാമനെ ഒന്ന് നേരിട്ട് കണ്ടിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയ മുഖ്യമന്ത്രി അവിടെ പോയി ചായയും കുടിച്ച് കട്ട്ലേറ്റും തിന്ന് നട്ട്സും തിന്ന് മടങ്ങി വന്നതല്ലാതെ, അദ്ദേഹത്തിന്റെ ഭാഷാ പ്രശ്നമായിരിക്കാം, എനിക്കറിയില്ല, എന്തായാലും മടങ്ങി വന്നതല്ലാതെ കേരളത്തിന്റെ ആവശ്യങ്ങളൊന്നും ഉന്നയിച്ചതായി നമുക്കറിയില്ല, നമ്മുടെ അറിവിലില്ല. എന്താണ് അവർ സംസാരിച്ചതെന്ന് നിയമസഭയിൽ തന്നെ ചോദിക്കുമ്പോൾ അത് നിങ്ങൾ അറിയേണ്ട കാര്യമില്ലെന്ന് കേരളത്തിന്റെ പൊതുസമൂഹത്തോട് പറയുന്ന മുഖ്യമന്ത്രിയും അത് നിങ്ങൾ അറിയേണ്ട കാര്യമില്ലെന്ന് കേരളത്തിലെ BJP നേതാക്കളോട് പറയുന്ന കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രിയുമാണ് നമുക്കുള്ളത്. നോക്കൂ, അങ്ങനെ ഒരു സ്വാഭാവികമായും കേരളത്തിന്റെ പ്രതിസന്ധിയെ പറ്റി പറയാനാണ് എന്ന് പറഞ്ഞ് മാധ്യമങ്ങളോട് പറഞ്ഞ് മുഖ്യമന്ത്രി വരുമ്പോ ആ മുഖ്യമന്ത്രിയോടും ആ മുഖ്യമന്ത്രിയുമായുള്ള മീറ്റിംഗിന് ശേഷവും കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി പറയണമായിരുന്നു, ഇന്ന പദ്ധതികൾ, ഫോർ എക്സാമ്പിൾ മോദി ഗവൺമെന്റിന്റെ മുദ്രാ ലോൺ, അല്ലെങ്കിൽ മോദി ഗവൺമെന്റിന്റെ PM സടക്ക് യോജന, അല്ലെങ്കിൽ PM എന്ന് പേരിട്ട് ഒരുപാട് പദ്ധതികളുണ്ടല്ലോ, പദ്ധതികളുടെ പേര്. പക്ഷെ PM യോജനകൾ, ഈ യോജനകളിൽ പദ്ധതികൾ ഇത്ര ശതമാനമാണ് അവിടെ നടപ്പിലാക്കിയിരിക്കുന്നത്. അത് വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാക്കുന്നത്. കേരളത്തെ വികസനത്തിലേക്ക് നയിക്കാനുള്ള ഞങ്ങളുടെ സ്വപ്നത്തെ അത് ഭേദിക്കുകയാണ്, ഖണ്ഡിക്കുകയാണ് എന്ന് പറയാനുള്ള നിർമ്മലാ സീതാരാമൻ കാണിക്കണം. ഇനി ഒരു കാര്യം കൂടി ഇനി ശ്രീ ചന്ദ്രശേഖരൻ നാളെ BJPയുടെ മണ്ഡലം കമ്മിറ്റി ഓഫീസുകളിലേക്ക് നിർദ്ദേശം കൊടുക്കുന്നതിന് പകരം ഇന്ന കേന്ദ്ര ഗവൺമെന്റ് പദ്ധതികൾ ഇത്ര ശതമാനം മാത്രമാണ് കേരളത്തിൽ നടപ്പിലാക്കിയിരിക്കുന്നതെന്നും അത് നടപ്പാക്കുന്നതിൽ കേരള ഗവൺമെന്റിന് വലിയ വീഴ്ച സംഭവിച്ചുവെന്നും അടുത്ത ദിവസം BJP ആസ്ഥാനത്ത് ഒരു പ്രസ് മീറ്റ് വിളിച്ച് വിത്ത് ഡാറ്റ സംസാരിച്ചാൽ അത് സ്വാഗതാർഹമാണ് എന്ന നിലപാടാണ്.
അത് തന്നെയാണ് ഞാനും സംശയമായി ഉന്നയിച്ചത്. സാധാരണ നിലയിൽ ഈ രാഷ്ട്രീയ പാർട്ടികളൊക്കെ രാഷ്ട്രീയം മാത്രം പറഞ്ഞു പോവുക. ഇപ്പോൾ വസന്തിനെ പോലെയുള്ളവർ സ്വാഭാവികമായും ഹിന്ദുത്വ രാഷ്ട്രീയം അടക്കം ഉന്നയിച്ചുകൊണ്ടുള്ള ഒരു രീതി BJP തുടരുന്നു. അതിന് കൂടുതൽ ഊന്നൽ നൽകുന്ന തീരുമാനങ്ങൾ ഒരുപക്ഷെ കോർ കമ്മിറ്റിയിൽ ഉണ്ടാകാം. അങ്ങനെയൊക്കെയാണല്ലോ പ്രതീക്ഷിക്കുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. യെസ്, എന്തായാലും ശ്രീ KVS ഹരിദാസ്, ഇവിടെ ഈ സൂചിപ്പിക്കുന്നത് പോലെ രാഷ്ട്രീയത്തിനപ്പുറത്ത് ഈ ചർച്ചകൾ ഡേറ്റകളുടെ അടിസ്ഥാനത്തിലാക്കി മാറ്റുവാൻ BJPക്ക് സാധിക്കുമോ? എൻ്റെ ഒരു ഓർമ്മയിൽ 2021-22 കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയയിലൂടെ അടക്കം BJP അങ്ങനെ ഒരു ക്യാമ്പയിൻ നടത്തിയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് ആ കാലഘട്ടത്തിൽ പിണറായി വിജയൻ സർക്കാർ കേരളത്തിൽ നടപ്പിലാക്കിയതിനേക്കാൾ കൂടുതൽ പദ്ധതികൾ മോദി സർക്കാർ നടപ്പിലാക്കിയിട്ടുണ്ട് എന്ന തരത്തിലൊരു FB പോസ്റ്റും ഒക്കെ അന്ന് വലിയ തോതിൽ പ്രചരിച്ചിരുന്നു. അങ്ങനെ ഒരു പ്രചാരണമാണോ ഉദ്ദേശിക്കുന്നത്? അല്ലെങ്കിൽ ആ പ്രചാരണത്തിനൊക്കെ വേണ്ടത്ര ഇടം കേരളത്തിൽ ലഭിച്ചിരുന്നോ? ഡേറ്റകളുടെ അടിസ്ഥാനത്തിലുള്ള ഒരു വിവരശേഖരണത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ BJPക്ക് സാധിക്കുമോ? ഞാൻ താങ്കളുടെ ചോദ്യത്തിലേക്ക് വരാം. അതിനു മുമ്പ് ഇത്തരം ചർച്ചകളിൽ ഒരു പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ട് ചുമതലയേറ്റ രാജീവ് ചന്ദ്രശേഖർജിയെ കുറിച്ച് ഈ കോൺഗ്രസിന്റെ പ്രതിനിധി നടത്തിയ ചില നിരീക്ഷണങ്ങളുണ്ടല്ലോ. ഇത്രയ്ക്ക് തരം താഴാമോ ഒരാള്? ഞാൻ ചോദിക്കുന്നത്, ഈ ഡൽഹിയില് ഇവരുടെ നേതാവുണ്ടല്ലോ, ഖാൻമാർക്കർ ഗാങ്ങിന്റെ നേതാവായിട്ട് നടക്കുന്ന ഒരാള്, അയാളുടെ വിവരം എന്തുണ്ട്? അയാൾ ഈ പാർട്ടിയെ കൊണ്ട കുഴിച്ചു മൂടിയില്ലേ? എത്ര തെരഞ്ഞെടുപ്പുകളിൽ തോപ്പിച്ചു? നാണം കിട്ടിയില്ലേ കോൺഗ്രസ്സുകാര്? ഈ കഴിഞ്ഞ കാലത്ത് 10-50 അതിന്റെ കണക്കിപ്പോ എൻ്റെ കയ്യിൽ ഓർമ്മയില്ല, 10-50 തെരഞ്ഞെടുപ്പുകളിൽ തുടർച്ചയായിട്ട് തോറ്റ് പാർട്ടിയെ കുളത്തിലാക്കിയ ഒരാള്, ആ പാർട്ടിയുടെ നേതാവ് വന്നിട്ട് ഒരു 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 ടെക്നോക്രാറ്റ് ആയിട്ടുള്ള ഒരു എന്റർപ്രനർ ആയിട്ടുള്ള കേരളത്തിന്റെ ഒരു പുതിയ ഫേസ് ആയിട്ടുള്ള ഒരാള് പാർട്ടി അധ്യക്ഷനായിട്ട് വരുമ്പോ അധിക്ഷേപിക്കാനായിട്ട് അവിടെ നിന്നും ഇവിടെ നിന്നും ചില നിരീക്ഷണങ്ങൾ നടത്തുന്നത്, അത് നിങ്ങൾ അനുവദിച്ചുകൂടായിരുന്നു എന്നതാണ് എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്. ഞാനതിൽ വിയോജിപ്പ് മര്യാദയുമല്ല ഇത്തരം കാര്യങ്ങൾ. ഞങ്ങൾക്ക് അഭിലാഷ്, ഇവരെ കുറിച്ചൊക്കെ ഇവരുടെ നേതാക്കന്മാരെ കുറിച്ചൊക്കെ നമുക്ക് പലതും പറയാനുണ്ട്. പുറത്ത് പറയാൻ കൊള്ളാത്ത പലതും ഉണ്ട്. അതൊക്കെ ഇവിടെ ചർച്ച ചെയ്യാൻ പോയാൽ ബുദ്ധിമുട്ടുണ്ടാക്കും. ഞാൻ എന്റെ വിഷയത്തിലേക്ക് വരാം. ഇടത്തേക്കാണോ പോകുന്നതെന്ന് നോക്കി വിമർശിക്കുന്ന ഓം ബിർളയുടെ പാർട്ടിക്കാരനാണെങ്കിൽ അപ്പൊ സ്വാഭാവികമായും സ്വന്തം പിതാവിന്റെ ഞാൻ സംസാരിക്കട്ടെ. നിങ്ങൾ സംസാരിച്ചു കഴിഞ്ഞാണല്ലോ, നിങ്ങളോട് നിൽക്കൂ. ഞാൻ സംസാരിക്കട്ടെ അഭിലാഷേ. എന്റെ സമയത്ത് ഇടപെടാൻ പറ്റില്ല. എന്റെ സമയത്ത് ഇടപെടാൻ പറ്റില്ല. ഞാൻ ഇപ്പൊ കേരളത്തിന്റെ പ്രശ്നം എന്താ? 2016 ഉമ്മൻചാണ്ടി സർക്കാർ സ്ഥാനം ഒഴിയുന്ന സമയത്ത് കേരളത്തിൽ ഏതാണ്ട് 1.83 ലക്ഷം കോടിയായിരുന്നു കടം. ശരി, കണക്കുകൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇന്ന് 2023-24 CAGയുടെ റിപ്പോർട്ട് അനുസരിച്ച് ഏതാണ്ട് 4.15 ലക്ഷം കോടിയാണ് നമ്മുടെ കടം. ഈ 2016 കടം എന്ന് പറയുന്നത് 957 EMSന്റെ ഗവൺമെന്റിന്റെ കാലഘട്ടം മുതൽ വാങ്ങിയ കടമാണ്. അത് 2016 മുതൽ 24 വരെയുള്ള കാലഘട്ടത്തിൽ എത്ര മടങ്ങ് വർദ്ധിച്ചു? ഞാൻ ഒരു കണക്ക് കൂടി ഇന്ന് ഇപ്പൊ മുമ്പിൽ വയ്ക്കാം. അധികം ഞാൻ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. അഭിലാഷ് സൂചിപ്പിച്ചു, മോഡി ഗവൺമെന്റിന്റെ കാലത്ത് 2014 മുതൽ 24 വരെ 1.57 ലക്ഷം കോടി രൂപയാണ് കേന്ദ്രം നൽകിയത്. കേന്ദ്ര ഗ്രാന്റുകളുടെ കാര്യത്തിൽ 509% വർധനവുണ്ടായി. നിർമ്മല സീതാരാമൻ കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ വെച്ചതാ, അല്ലാതെ തന്നെ കണക്ക് നമ്മുടെ മുമ്പിലൊക്കെ ഉണ്ട്. CAGയുടെ റിപ്പോർട്ട് പ്രകാരം, ഞാൻ CAG തന്നെ ഉദ്ധരിക്കുന്നേ, 22-23 കാലഘട്ടത്തില് കടമെടുത്ത പണത്തില് 97.8% കടമെടുത്തത് മുൻ കടം വീട്ടാനും ശമ്പളം കൊടുക്കാനുമാണ്.
23-24 കേരളത്തിന് ലഭിച്ച 94,649 കോടി രൂപ, അതില് 74% പലിശയും ശമ്പളവും പെൻഷനും കൊടുക്കാനായിട്ടാണ് ഉപയോഗിച്ചത്. ഇങ്ങനെ കേരളത്തിന് എത്ര കാലം മുന്നോട്ട് പോകാൻ കഴിയും? ഇവിടെ കാര്യങ്ങൾ നേരെയാക്കാൻ വേണ്ടി ആത്മാർത്ഥമായ ശ്രമങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഈ കഴിഞ്ഞ ദിവസമാണ് CAG റിപ്പോർട്ടിൽ നിന്ന് തന്നെ ഉദ്ധരിച്ചുകൊണ്ട് ഒരു വാർത്ത കണ്ടത്. നമ്മുടെ മലയാളത്തെ പത്രങ്ങളൊക്കെ വാർത്ത കൊടുത്തിരുന്നു. കേരളത്തിലെ 77 പൊതുമേഖലാ സ്ഥാപനങ്ങൾ അതുണ്ടാക്കിയ നഷ്ടം 18,026 ചില്ലാനം കോടി രൂപയാണ്. 18,026 ചില്ലാനം കോടി രൂപ. KSRTC 7 വർഷമായിട്ട് കണക്ക് കൊടുത്തിട്ടില്ല. KMML അവിടെ ഏതാണ്ട് 23.7 കോടി രൂപയുടെ സാമഗ്രികൾ വാങ്ങിയത് വിത്തൗട്ട് ടെൻഡറാണ്. അതേപോലെ ട്രാക്കോ കേബിളിനെ കുറിച്ച് നമുക്ക് എറണാകുളത്തുള്ളവർക്ക് അറിയാം. ട്രാക്കോ കേബിളിന് KECB ആണ് ഓർഡർ കൊടുക്കുന്നത്, വേറെ ആരും കൊടുക്കാറില്ല. KECB കൊടുത്ത ഓർഡർ ബംഗാളിനോ മറ്റോ ഉള്ള വേറെ ഏതോ സ്ഥാപനത്തിന് കൊടുത്തിട്ട് ഇവര് ചമ്രം പടഞ്ഞിരിക്കുക. അവിടെ ഉണ്ടാക്കാൻ എന്തെങ്കിലും നിർമ്മിക്കാൻ ശ്രമിക്കുന്നില്ല. ഈ നിലയിൽ കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളെ മുഴുവൻ നശിപ്പിച്ചിട്ട് ഇവർ എവിടെന്നാ രക്ഷപ്പെടാൻ പോകുന്നേ? കേരളം എങ്ങനെ രക്ഷപ്പെടാൻ പോകുന്നേ? ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ വന്നതിന് ശേഷം ചൂണ്ടിക്കാണിച്ച നമ്മൾ മുമ്പും ചർച്ച ചെയ്ത വിഷയം തന്നെയാണ്. അഭിലാഷ് തിരക്ക് പിടിക്കല്ലേ? അഭിലാഷേ പൂർത്തിയാക്കട്ടെ. ഇതിനു മുമ്പ് ചർച്ച ചെയ്ത വിഷയം തന്നെയാണ്. കേരളത്തില് യുവാക്കൾക്ക് പ്രതീക്ഷയില്ലാതായി. ഇവിടുത്തെ യുവാക്കൾ പ്രീ ഡിഗ്രി പഠിക്കാൻ പോലും കേരളത്തിന് പുറത്തേക്ക് പോകുന്നു. വിദ്യാഭ്യാസ രംഗത്ത് നമ്മുടെ പ്രധാനപ്പെട്ട കേരളത്തിലെ കോളേജുകളിലൊക്കെ തന്നെ ഡിഗ്രി കോഴ്സുകളിലൊക്കെ സീറ്റുകൾ വേക്കൻ്റ് ആണ്, പഠിക്കാൻ ആളില്ല. തൊഴിലുണ്ടോ? ഒരു 100 പേർക്ക് തൊഴിൽ കൊടുക്കാവുന്ന ഒരു സ്ഥാപനം കഴിഞ്ഞ 5-8 കൊല്ലക്കാലത്ത് കേരളത്തിൽ വന്നിട്ടുണ്ടോ? വലിയ മേളകളൊക്കെ നടത്തുന്നുണ്ട് നമ്മൾ, തൊഴിൽ മേളകളൊക്കെ. പക്ഷെ തൊഴിൽ കൊടുക്കാവുന്ന ഒരു സ്ഥാപനം നമുക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇവിടുത്തെ എക്കണോമിയെ എങ്ങനെയാ രക്ഷപ്പെടുത്താൻ പറ്റുക? ഞങ്ങൾ അതാ പറയുന്നത്, കേരളത്തെ രക്ഷിക്കണമെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ സഹായം കൂടിയേ തീരൂ. കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികൾ മിനിമം കേന്ദ്രം ആവിഷ്കരിക്കുന്ന പദ്ധതികൾ യഥാവിധി നടപ്പിലാക്കാനുള്ള മര്യാദ കാണിക്കണം. ദൗർഭാഗ്യവശാൽ കേരളത്തില് അത് കാണുന്നില്ല, നടക്കുന്നില്ല. കേരളത്തെ കുട്ടിച്ചോറാക്കുന്ന നിലപാടാണ് കഴിഞ്ഞ കാലഘട്ടത്തിൽ UDF അതാണ് ചെയ്തത്. ചർച്ചയുടെ ഭാഗമാകുന്നുണ്ട്. ശ്രീ സമ്പത്ത്, KVSന്റെ വാക്കുകൾ താങ്കൾ കേട്ടിട്ടുണ്ടാകും, ഞാനത് ആവർത്തിക്കുന്നില്ല. ഒപ്പം അദ്ദേഹം ചില ഡേറ്റകൾ പങ്കുവച്ചത് കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ തന്നെ നിർമ്മല സീതാരാമൻ ധനബില്ലിന്മേലുള്ള ചർച്ചയ്ക്ക് നൽകിയ മറുപടിയാണ്. അതിലാണ് പറയുന്നത് 2004 മുതൽ 14 വരെ UPA കാലത്ത് കേരളത്തിന് നൽകിയത് 46,300 കോടി. അതേസമയം 2014 മുതൽ 24 വരെ 1.57 ലക്ഷം കോടി രൂപ നൽകുന്നു. ഇങ്ങനെയാണ് ധനമന്ത്രി പറഞ്ഞത്. ഒപ്പം KVSനുള്ള മറുപടി. നമ്മുടെ എല്ലാം ബഹുമാന്യനായ ജ്യേഷ്ഠ സഹോദരനാണ് KVS. ഞാനിപ്പോൾ ഈ ചർച്ചയിൽ എൻ്റെ ഏതെങ്കിലും ഒരു പ്രയാസം കൊണ്ടല്ല, നമ്മുടെ TV ക്രൂ എത്താനായി വൈകിയത് കൊണ്ട് ലേശം സമയം താമസിച്ചിട്ടുണ്ട്, ദയവായി ക്ഷമിക്കണം. എങ്കിലും ഞാൻ ക്ഷമ ചോദിക്കുകയാണ്, എനിക്ക് അങ്ങനെ പറ്റിപ്പോയത് എൻ്റെതായ ഒരു കുഴപ്പം കൊണ്ടല്ലെങ്കിലും. നമ്മുടെ പല മാധ്യമങ്ങളും ഇപ്പോൾ ഇന്നിപ്പോൾ എന്താന്ന് പറഞ്ഞാൽ ചില മാധ്യമങ്ങളെങ്കിലും ഈ മുഖ്യമന്ത്രിക്കും പുത്രിക്കും ആശ്വാസം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ആശ്വാസമൊന്നും ഒരു മീഡിയ എടുത്തും അവർ തേടിയോ ഒന്നുമില്ല. അപ്പോൾ ഇതിങ്ങനെ ഈ ചില മാധ്യമങ്ങളെങ്കിലും അത്തരത്തിൽ ചില രാഷ്ട്രീയ കക്ഷികളിലോ നേതാക്കൾക്കോ ഇങ്ങനെ അഴിഞ്ഞാടുന്നതിന് വേണ്ടി ചില പ്രത്യേക അജണ്ടകൾ ഫിക്സ് ചെയ്ത് കൊടുക്കുന്ന ഒരു സമയത്താണ് നമ്മൾ ഈ ഒരു വിഷയത്തെ സംബന്ധിച്ച് ഒരു ചർച്ച നടക്കുന്നത്. KVS പറഞ്ഞ കാര്യങ്ങളെ സംബന്ധിച്ച് ഒരു BJPയുടെ പ്രതിനിധി എന്നുള്ള നിലയിൽ അദ്ദേഹം ഇങ്ങനെ തന്നെയാണ് അദ്ദേഹം പറയേണ്ടത്. അപ്പം ഞാൻ ഇതിനെ സംബന്ധിച്ച് എൻ്റെ പരിമിതമായ അറിവ് വെച്ച് ഞാൻ പറയാം. നമ്മളിതിൽ സെൻട്രൽ സ്കീമുകളുമുണ്ട്, സെൻട്രലി സ്പോൺസേഡ് സ്കീമുകളുമുണ്ട്. അതെ. ഇപ്പോൾ BJPയുടെ കോർ കമ്മിറ്റി ഇതിനെ സംബന്ധിച്ചെല്ലാം ജനങ്ങളോട് പറയാനായി അത്തരത്തിൽ തയ്യാറായി വരുന്നുവെങ്കിൽ അത് നല്ലതാണ്. KVS ഏട്ടനെ പോലുള്ളവർ തന്നെ ഇക്കാര്യത്തെ സംബന്ധിച്ച് BJPയുടെ റാങ്ക് ആൻഡ് ഫയലിനെ പഠിപ്പിക്കുകയും അത് ജനങ്ങളോട് പറയുന്നതിന് BJP ഒരു ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയ കക്ഷി എന്നുള്ള നിലയിലേക്ക് അവർ അത് വരികയും വേണം. നമുക്ക് അത്തരത്തിൽ ജനങ്ങളുടെ മുമ്പാകെ തന്നെ അത്തരത്തിലുള്ള സംവാദങ്ങൾ പൊതുവിടങ്ങളിൽ നടത്താം. ഇപ്പം ഞാനിത് പറയുന്നതിൻ്റെ കാരണം,
ഈ സെൻട്രൽ സ്കീമുകൾ എന്നുള്ളതിന്റെ മുഴുവനും സെൻട്രൽ സ്കീമുകളിലെ എല്ലാത്തിന്റെയും അതിന്റെ മുഴുവൻ ഫണ്ടിങ്ങും നടത്തുന്നത് അത് ഇന്ത്യ ഗവൺമെന്റ് തന്നെയാണ്, സംസ്ഥാന ഗവൺമെന്റുകളല്ല അത്തരത്തിലുള്ള. അപ്പോൾ ഓൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് കേരളത്തിന് ഇപ്പോഴും നൽകിയിട്ടില്ല, വന്നാൽ അത് ഏതാണ്, അത് സെൻട്രൽ സ്കീമിൽ പെടുന്നതാണ് അല്ലേ. അപ്പോൾ ഇത്തരത്തിലുള്ള വിവിധ കാര്യം. എന്നാൽ സെൻട്രലി സ്പോൺസേഡ് സ്കീമുകളുണ്ട്, അത് ഓരോ വർഷങ്ങളിലും വർദ്ധിച്ച് തന്നെ വരും. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഏതാണ്ട് ഒരു 100ഓളം സെൻട്രലി സ്പോൺസേഡ് സ്കീമുകളുണ്ട്. ഇതിൻ്റെതായ തുടക്കം എങ്ങനെയാണ് അഭിലാഷേ? ഇതിന്റെ തുടക്കം എന്നത് ഇപ്പോൾ ഹിമാലയൻ സ്റ്റേറ്റുകളിലാണെങ്കിൽ, നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകളിലാണെങ്കിൽ തുടക്കം ആദ്യം പറയും 90:10 എന്ന് പറയും. എന്ന് വെച്ചാൽ 90% ഞങ്ങൾ ഇന്ത്യ ഗവൺമെന്റ്, യൂണിയൻ ഗവൺമെന്റും 10% നിങ്ങളും എന്നുള്ള നിലയിലേക്ക് തുടങ്ങും. ഇത് തുടങ്ങിക്കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ടേക്ക് പോകുമ്പോൾ അത് 70:20 ആവും, പിന്നീട് അത് 60:40 ആവും. നമ്മളെപ്പോലുള്ള കേരളം പോലുള്ള സംസ്ഥാനങ്ങളെ സംബന്ധിച്ച് വരുമ്പോൾ ആദ്യം ഇക്കാര്യത്തിൽ പറയും നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് 60:40 എന്നുള്ള നിലയിൽ പറയും. അത് പിന്നീട് അങ്ങോട്ടേക്ക് പോകുമ്പോൾ എന്താണ്, ഇതിന്റെ ഭരണപരമായിട്ടുള്ള മറ്റ് ചെലവുകളും അതിന്റെ മറ്റനാമത്തെ ചെലവുകളും എല്ലാം സംസ്ഥാനത്തിന്റെ തലക്കിലേക്ക് വെക്കും. അത് മാത്രമല്ല ഇത് 50:50 ആവും റേഷ്യോ, പിന്നീട് 40:60 ആവും, പിന്നീട് ഇത് കുറെ നാൾ കഴിയുമ്പോൾ ഇന്ത്യ ഗവൺമെന്റ് തന്നെ ഈ കാര്യം ഭരണത്തേക്ക് വെക്കും. ഞാനിത് പറയുന്നതിന്റെ കാരണം ഇവിടെ ഇപ്പോ കേരളം വല്ലാത്ത കടക്കണിയിലാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുപിടിച്ച പ്രചണ്ഡമായ പ്രചരണം. അതുകൊണ്ടാണ് ഞാൻ ആദ്യം ഇതിന്റെ തുടക്കത്തിൽ ഒരു കാര്യം പറഞ്ഞത്. അത് ചില മാധ്യമങ്ങളും വല്ലാതെ പറയാം. ഞാൻ ഈ ഇന്ത്യ ഗവൺമെന്റിന്റെ നിതി ആയോഗിന്റെ കണക്ക് അതാവുമ്പോൾ പിന്നെ KVS ചേട്ടൻ അതിനകത്തൊരു തർക്കമുണ്ടാവാൻ സാധ്യതയില്ലല്ലോ. അല്ലേ, ഡെപ്റ്റ് ടു GDP പെർസെന്റേജ് നമ്മളിപ്പോ ഇന്ത്യ ഒരു 5 ട്രില്യൺ എക്കോണമിയിലേക്ക് പോകുന്നതിന് വേണ്ടിയുള്ള വലിയ കുതിച്ചുചാട്ടത്തിലാണ്. വികസിത് ഭാരത് അത്തരത്തിലുള്ള കാര്യത്തിലെല്ലാം നമ്മൾ പറയുന്നു. ബട്ട് ദ മണി ഈസ് എക്സിറ്റിംഗ് ഇന്ത്യ എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ നടക്കുന്നു. ആൻഡ് ദ റിച്ച് പീപ്പിൾ ദർ അവരെല്ലാം അങ്ങനെ ഈ സ്വർഗീയ കേന്ദ്രങ്ങൾ തേടി പുറത്തേക്കെല്ലാം പോകുന്ന ഒരു നിലയിലേക്ക് നമ്മളിപ്പോ ഈ കാര്യം പറയുമ്പോഴേ ശരി, നിതി ആയോഗിന്റെ ഒരു കണക്ക് മാത്രം ഞാൻ പറയാം. അതില് ഇന്ത്യ ഇന്ന് നിൽക്കുന്നത് പെർ ക്യാപിറ്റ ഇൻകത്തിന്റെ നിലയിലാണെങ്കിൽ ലോകത്തിൽ 139ാമത്തെ നിലയിലാണ്. മുകളിൽ നിന്ന് താഴേക്ക് 139ാമത്തെ സ്ഥാനത്താണ് നമ്മൾ നിൽക്കുന്നത്. ആകെ മൊത്തം രാഷ്ട്രങ്ങളുടെ എണ്ണം ഏതാണ്ട് 183 184 വന്നിട്ടുള്ളൂ. 5 ട്രില്യൺ എക്കോണമി നമ്മൾ വലിയ എല്ലാം അത്തരത്തിലുള്ള വലിയ ഇന്ത്യയുടെ രാഷ്ട്രത്തിന്റെ നെഞ്ചളവെല്ലാം പറയുമ്പോൾ ആളോഹരി വരുമാനത്തെ സംബന്ധിച്ചാണ് ഞാനിത് പറയുന്നത്. ശതകോടീശ്വരന്മാർ വീണ്ടും അത്തരത്തിലുള്ളതായ സമ്പത്ത് അവരുടേത് വർദ്ധിപ്പിക്കുമ്പോൾ ഇത് സംഭവിക്കുന്നത്. ഇനി ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് അതിന്റെ ഡെഫിസിറ്റുമായിട്ട് നമ്മൾ ഇത് ബഡ്ജറ്റ് എസ്റ്റിമേറ്റ് നിതി ആയോഗ് തന്നതിന്റെ കണക്ക് മാത്രം ഞാൻ പറയാം. അരുണാചൽ പ്രദേശ് GDP പെർസെന്റേജ് ഏത് ഇവിടെ ഡെഫിസിറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ളതിന്റെ ഏറ്റവും കൂടുതൽ നിൽക്കുന്നത് 6.3 അരുണാചൽ പ്രദേശ്. ആരാ ഭരിക്കുന്നത്? ഏതെങ്കിലും പ്രതിപക്ഷ കക്ഷിയാണോ? എങ്ങനെയാണ് അരുണാചൽ പ്രദേശിലെ ഗവൺമെന്റ് BJP ഉണ്ടാക്കിയെന്ന് ഞാൻ പറയുന്നില്ല. 6.3 പശ്ചിമ ബംഗാള് 3.6 രാജസ്ഥാൻ ഇപ്പോൾ ആരാ ഭരിക്കുന്നത്? അത് BJP ആണ്. എന്താ 3.9 ഹിമാചൽ പ്രദേശ് കോൺഗ്രസ് ആണ് ഭരിക്കുന്നത്, 4.7 പഞ്ചാബ് 3.8 ഇനി തീരുന്നില്ല. ത്രിപുരയിൽ അത് 4 സിക്കിം 5.4 ഉത്തർപ്രദേശ് 3.96 മധ്യപ്രദേശ് ആരാണ് ഇപ്പോൾ ഭരിക്കുന്നത്? 4.1 ഇവിടെ കേരളത്തിന്റേത് 3.4 ഇനി ഇതുമായി ബന്ധപ്പെട്ട് തന്നെ മറ്റു പല സംസ്ഥാനങ്ങൾ ഞാൻ സമയച്ചുരുക്കം കൊണ്ട് പറയുന്നില്ല. മുമ്പ് UPA ഗവൺമെന്റിന്റെ കാലത്തുണ്ടായിരുന്ന ഇന്ത്യ ഗവൺമെന്റിന്റെ ഒരു വർഷത്തെ ബഡ്ജറ്റ് എത്ര 15 ലക്ഷം കോടി രൂപയായിരുന്ന ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതിന് ഞാൻ പാർലമെന്റ് അംഗമായിരിക്കുമ്പോൾ സാക്ഷിയായിരുന്ന വർഷത്തിൽ നിന്ന് ഇപ്പോൾ ഇന്ത്യ ഗവൺമെന്റിന്റെ യൂണിയൻ ഗവൺമെന്റിന്റെ ബഡ്ജറ്റ് എന്നുള്ളത് അതിന്റെ ഇരട്ടിക്കപ്പുറമായി മാറുകയും ഒക്കെ ചെയ്തല്ലോ. സ്വാഭാവികമായി വരവ് ചെലവ് ഇത്തരം കാര്യങ്ങൾ അതിലെല്ലാം വർധനവുണ്ടാവും. അതുകൊണ്ട് അന്ന് തന്നതിനേക്കാൾ കൂടുതലാണ് ഇപ്പോൾ നൽകിയത് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. 4ാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ വള്ളി നിക്കർ വിട്ടുകൊണ്ടാണ് നടന്നത് എന്നുള്ളത് കൊണ്ട് നമ്മളാരും ഇപ്പോൾ വള്ളി നിക്കർ വിട്ടുകൊണ്ട് നടക്കുന്നില്ല. നമ്മളുടെ ആവശ്യം മാറിയിട്ടുണ്ട്. നമുക്ക് മാന്യമായി വേഷം ധരിക്കണമെങ്കിൽ അന്നത്തെ അത് മതിയായിരുന്നു. ഇപ്പോൾ അത് പോരാ. അപ്പൊ അതിനനുസരിച്ച് കാര്യങ്ങൾ ഇവിടെ സംഭവിക്കുക. പക്ഷേ നിർമ്മല സീതാരാമൻ പറഞ്ഞത് ഫിനാൻസ് കമ്മീഷന്റെ ശുപാർശ പ്രകാരമുള്ളതെല്ലാം നൽകി ഗ്രാന്റുകളടക്കം 509% കൂട്ടിയെന്നാണ് പറയുന്നത്. പിന്നെ ഈ ഫൈനാൻസ് കമ്മീഷനെ ആരാണ് നിയമിക്കുന്നത്? ഫൈനാൻസ് കമ്മീഷനെ നിയമിക്കുന്നത് ആരുമായിട്ടാണ്? ആ ഫൈനാൻസ് കമ്മീഷനെ നിയമിക്കുന്നത് ഇന്ത്യയുടെ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് യൂണിയൻ ഗവൺമെന്റ് ആണല്ലോ, അല്ലേ? ഈ ഇത്തരത്തിൽ ഫൈനാൻസ് കമ്മീഷനെ നിയമിക്കുമ്പോൾ നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന ആസൂത്രണ കമ്മീഷൻ എവിടെ പോയി അഭിലാഷേ? വേർ ഹാസ് ഇറ്റ് ഗോൺ? ഈ ഫൈനാൻസ് കമ്മീഷൻ ഇത് പറയുമ്പോൾ തന്നെ പ്ലാനിംഗ് കമ്മീഷൻ അതിന്റെ അധ്യക്ഷൻ എന്നത് പ്രധാനമന്ത്രിയും അതിന്റെ ഉപാധ്യക്ഷനാണ് പ്ലാനിംഗ് കമ്മീഷന്റെ ഡെപ്യൂട്ടി ചെയർമാനായി. അപ്പോ ഈ പ്ലാനിംഗ് കമ്മീഷൻ എന്നേക്കുമായി അപ്രസക്തമായത് അപ്രത്യക്ഷമായി, നമ്മുടെ റെയിൽവേ ബഡ്ജറ്റ് അപ്രത്യക്ഷമായതുപോലെ അപ്രത്യക്ഷമായി, ഇല്ലേ? എന്ന് മാത്രമല്ല പകരം നിതി ആയോഗ് വന്നു. നിതി ആയോഗിൽ സംസ്ഥാനങ്ങളുടേതായിട്ടുള്ള അവരുടെ പ്രാതിനിധ്യം എന്താ?
ഈ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് ഈ ധനകാര്യ കമ്മീഷന്റെയും നിതി ആയോഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച നടത്തണമെങ്കിൽ എന്താണ് ഇവിടെ നമ്മൾ ഇന്റർ സ്റ്റേറ്റ് കൌൺസിൽ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് ഭരണഘടനയിൽ പറയുന്നത്. ഇപ്പോ ഈ പറയുന്ന മോദി സർക്കാരിന്റെ മൂന്നാമത്തെ അഞ്ചും കൊല്ലം കഴിഞ്ഞ് അടുത്തതിലേക്ക് വന്നിട്ടുണ്ടല്ലോ, മൂന്നാമത്തെ ഒരു ഊഴം കിട്ടി. ഈ പറയുന്ന 11 കൊല്ലക്കാലത്തിനിടയിൽ എത്ര തവണയാണ് ഈ ഇന്റർ സ്റ്റേറ്റ് കൌൺസിൽ എന്ന് വിളിച്ചു കൂട്ടിയിട്ടുള്ളത് സംസ്ഥാന മുഖ്യമന്ത്രിമാരെ ഒന്ന് കേൾക്കാനായി? ഈ ഫൈനാൻസ് കമ്മീഷൻ ഇത്തരത്തിലുള്ള അവരുടെ നിർദ്ദേശം നൽകുന്നു. ആ നിർദ്ദേശം നൽകുമ്പോൾ അറിയേണ്ടുന്നതായ കാര്യം, ഇന്ത്യ ആദ്യം ആസൂത്രണ കമ്മീഷൻ എല്ലാം വന്ന കാലത്ത് സെന്റർ സ്റ്റേറ്റ് റിലേഷനുമായി ബന്ധപ്പെട്ട്, ഞാൻ യൂണിയൻ ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും തമ്മിലുള്ള റവന്യൂ ഷെയറിംഗ് എന്നുള്ളത് അതിന്റെ തുടക്കം എന്നത് 68:32 എന്നുള്ളത് 32 യൂണിയൻ ഗവൺമെന്റും 68 സംസ്ഥാന ഗവൺമെന്റുകൾക്കുമായിരുന്നു. അങ്ങനെയായിരുന്നു. ഇപ്പൊ അത് വന്ന് ഇന്ത്യ ഗവൺമെന്റിന്റെ കയ്യിലേക്ക് 70-നപ്പുറത്തേക്കും സംസ്ഥാന ഗവൺമെന്റിന് 30-ലേക്ക് താഴെയും എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുകയാണ്. ഇവിടെ റവന്യൂ ഷെയറിംഗിൽ അനീതിയാണുള്ളത്, ഗ്രാൻഡ് എയ്ഡിന്റെ കാര്യത്തിൽ അനീതിയാണുള്ളത്. അങ്ങനെ ഇന്ത്യ ഗവൺമെന്റ് വായ്പകൾ നൽകുന്നതിൽ പോലും, അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം വിഴിഞ്ഞം പദ്ധതിക്ക് നൽകുന്ന വയബിലിറ്റി ഗ്യാപ് ഫണ്ടിങ്ങുമായി ബന്ധപ്പെട്ടടക്കം നാം അനുഭവിക്കുകയാണ്. ശരി, ഞാൻ ഒരു ഇടവേളയ്ക്ക് പോകുന്നതിന് മുമ്പ് ഇതിൽ ഈ നിർമ്മലാ സീതാരാമൻ തന്നെ പറഞ്ഞത് 2023-24 കാലത്ത് കേരളത്തിന് അനുവദിച്ചത് 94,649 കോടി രൂപയാണ്. പക്ഷേ ഇതിന്റെ 74% ശമ്പളം, പലിശ, പെൻഷൻ എന്നിവ നൽകാനാണ് ചിലവാക്കിയത് എന്ന് പറയുന്നു. 2022-23 കാലഘട്ടത്തിൽ 97.8% കടമെടുപ്പും നേരത്തെയുള്ള കടം വീട്ടാനാണ് എന്നും പറയുന്നു. അപ്പോൾ ഈ ഒരു വിഷയം കൂടി കേരളത്തെ സംബന്ധിച്ച് ഉയർത്തി കാണിക്കുകയാണ് നിർമ്മലാ സീതാരാമൻ. സമ്പത്ത്, അഭിലാഷ് എന്നോടാണോ ചോദിച്ചത്? അതെ അതെ, താങ്കളോടാണ്. അഭിലാഷേ, ഇത് സംസ്ഥാന സർക്കാരുകൾക്ക് നൽകിയെന്ന് പറയുന്നത് സെൻട്രൽ സ്കീമുകളുടെയോ സെൻട്രലൈസ് സ്പോൺസേഡ് സ്കീമുകളിലെയോ നൽകിയതായ പണം എടുത്തിട്ട് കൊടുത്തു എന്നല്ല ശ്രീമതി നിർമ്മലാ സീതാരാമൻ പറഞ്ഞത്. അല്ല, സംസ്ഥാനങ്ങൾക്ക് അവകാശപ്പെട്ട ഭരണഘടന അനുസരിച്ച് അർഹതപ്പെട്ടതായിട്ടുള്ള വിഹിതം, അത് നികുതി വിഹിതം അത്തരത്തിൽ ഓഹരി വെക്കുമ്പോൾ അതിന്റെ പകുത്തു നൽകുമ്പോൾ അതിന്റെ ഒരു ഷെയർ നൽകിയതാണ് പറഞ്ഞത്. അതിന് ഭരണഘടന അനുസരിച്ച് എല്ലാ സംസ്ഥാനങ്ങൾക്കും അധികാരമുണ്ട്. അത് ചെലവഴിച്ച തുക പൂർണ്ണമായും നേരത്തെയുള്ള കടമെടുപ്പും മറ്റും വീട്ടുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ ഈ തുകയിൽ നിന്ന് എത്ര നമുക്ക് ക്ഷേമ പദ്ധതികൾക്ക് വേണ്ടി മാറ്റിവെക്കാൻ പറ്റുന്നു എന്നുള്ളതുണ്ടല്ലോ. അതെ, അതെന്തുകൊണ്ട് വരുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് തന്നെ ആ മഹതി പറയണമല്ലോ. നാഷണൽ ഹൈവേ അതോറിറ്റി കടമെടുക്കുന്നു. അത് ഇന്ത്യ ഗവൺമെന്റിന്റെ കടത്തിന്റെ ബാധ്യതയിൽപ്പെടുത്തിയിട്ടല്ല ഇവിടെ പറയുന്ന കൺട്രോളറിന്റെ ഓഡിറ്റർ ജനറൽ റിപ്പോർട്ട് ഇങ്ങോട്ടേക്ക് എഴുതി തരുന്നത്. ആണോ KVS ചേട്ടാ? അല്ലല്ലോ. പക്ഷേ കിഫ്ബി കടമെടുത്താൽ അത് കേരള സർക്കാരിന്റെ കടത്തിൽപ്പെടുത്തുകയാണ് അല്ലേ? ഇവിടെ ട്രഷറിയിൽ ഞാനടക്കം നമ്മൾ പല ആളുകളും സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് അല്ല ഒരു FDI നമ്മൾ അത്തരത്തിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ അതടക്കം സംസ്ഥാന സർക്കാരിന്റെ കടമിൽ അത് പെടുത്തുകയാണ് അല്ലേ? അതല്ല ഇന്ത്യ ഗവൺമെന്റ് ചെയ്യുന്നത്. ഇത് ഇവിടെ ഈ നമ്മുടെ സംസ്ഥാനത്തെ ഖജനാവിലേക്ക് ഈ പറയുന്നത് നമുക്ക് എപ്പോഴായാലും അത് കിട്ടേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ്. അത് നാം ട്രഷറിയിലാണ് സൂക്ഷിക്കുന്നത് എങ്കിൽ അത് സംസ്ഥാന സർക്കാരിന്റെ ഭാരമായി അത് മാറ്റുകയാണ്. അത് നാഷണൽ ഹൈവേ 66ന്റെ വികസനത്തിന് ഭൂമി ഏറ്റെടുത്താൽ 25% ആ ഭൂമിയുടെ തുക അങ്ങോട്ട് ഇന്ത്യ ഗവൺമെന്റിന് നമ്മൾ നൽകണം. എന്നാൽ അങ്ങനെ നമ്മൾ നൽകണം എന്നുള്ളത് അതിന് കടമെടുത്താൽ ആ കടത്തെ കൂടി കേരളത്തിന്റെ തലയിലേക്ക് വെച്ച് കിട്ടുമെന്നുള്ളതാണ്. ഏത് വികസന പ്രവർത്തനങ്ങൾക്ക് നിങ്ങൾ കടമെടുത്താലും അത് നിങ്ങളുടേതായ കടബാധ്യതയായി ഞങ്ങൾ കണക്കാക്കും. ഞങ്ങൾക്ക് നൽകിയാൽ പോലും എന്നുള്ള നിലയിലേക്ക് വരികയാണ്. ഇപ്പോ മലയോര റെയിൽവേയുമായി ബന്ധപ്പെട്ട് 50% തുക ഇന്ത്യ ഗവൺമെന്റിന് കൊടുക്കണമെന്നാണ് ഇന്ത്യ ഗവൺമെന്റ് പറയുന്നത്. ആ കടവും നിങ്ങൾ എടുക്കുമ്പോൾ അതും നിങ്ങളുടെ കടമായി ബാധ്യതയായി ഞങ്ങൾ കണക്കിൽ അങ്ങ് കണക്കപ്പെടുത്തിക്കോളാം എന്നുള്ള നിലയിലാണ്. മറ്റ് സംസ്ഥാനങ്ങൾക്ക് പലതിനും വേറെ ന്യായവും കേരളം ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ കക്ഷികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് മറ്റൊരു ന്യായവുമാണ്. ഞാൻ കഴിച്ചാൽ അമൃതയത്ത്, നിങ്ങളൊക്കെ കഴിച്ചാൽ അതെല്ലാം തന്നെ അത് കാടിവെള്ളം എന്നുള്ള നിലയിൽ അവരെല്ലാം ഉടയവുമാരും ഇത്തരത്തിലുള്ള സംസ്ഥാനങ്ങളെല്ലാം അടിയോന്മാരും എന്നുള്ള നിലയിലാണ് BJPയുടെ കോർ കമ്മിറ്റി ഇന്ന് പ്രധാനമായും പറഞ്ഞത്. കേരളം ഇത്തരത്തിലുള്ള വാദങ്ങൾ ഉന്നയിക്കുന്നത് തെറ്റാണ്, അതല്ല യഥാർത്ഥ വസ്തുത എന്ന് പറയുമ്പോൾ അതെങ്ങനെ വിശദീകരിക്കും ഇനി BJP എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. തീർച്ചയായും ശ്രീ KVS ഹരിദാസ്, ഇവിടെ BJP കേന്ദ്രക്ഷേമ പദ്ധതികൾ അത് BJP പാർട്ടി തലത്തിൽ തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കുമെന്ന് പറയുമ്പോൾ മറുഭാഗത്ത് ഇത്തരം വിഷയങ്ങളിൽ കൃത്യമായി മറുപടിയുണ്ട് സംസ്ഥാന സർക്കാരിനും ഒപ്പം CPIM-നും. ഇവിടെ സൂചിപ്പിക്കപ്പെട്ട ഒന്ന്, ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസമായിരുന്നു വയനാടുമായി ബന്ധപ്പെട്ട് വയനാട്ടിലെ ടൗൺഷിപ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. അവിടെ തറക്കല്ലിടിയിൽ ചടങ്ങിൽ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞത്, ഞാൻ ആ വാക്കുകൾ മുഖ്യമന്ത്രിയുടെ
വാക്കുകൾ, കഴിഞ്ഞ ദിവസം പറഞ്ഞ വാക്കുകൾ വേണമെങ്കിൽ ഒരിക്കൽ കൂടി പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. അത് താങ്കളും ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. കഴിഞ്ഞ ദിവസം പറഞ്ഞ ആ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. എല്ലാവരുടെയും അനുമതിയോടെ വയനാട് മാതൃകാ ടൗൺഷിപ്പിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ചതായി ആദ്യമായും അറിയിക്കട്ടെ. വലിയ സ്രോതസ് എന്ന നിലക്ക് നാം പ്രതീക്ഷിച്ചത് കേന്ദ്ര സഹായമായിരുന്നു. നിർഭാഗ്യവശാൽ ആ വഴിക്ക് ഇതേവരെ ഒന്നും ലഭിച്ചില്ല. ഇനി എന്താണ് ലഭിക്കുക എന്നത് പഴയ അനുഭവം വെച്ച് പ്രതീക്ഷിക്കാനും കഴിയാത്ത അവസ്ഥ. 529 കോടി രൂപയുടെ വായ്പ തിരിച്ചടക്കേണ്ട വായ്പയാണ്. എന്നാലും നാം ഇത് സാധ്യമാക്കുന്നു. ഇതാണ് അദ്ദേഹം പറഞ്ഞത്. മാത്രവുമല്ല, ഇപ്പോൾ സമ്പത്ത് തന്നെ സൂചിപ്പിച്ച വിഴിഞ്ഞ പദ്ധതി, അതിൽ തന്നെ പറയുന്നതനുസരിച്ച് തൂത്തുക്കുടി പദ്ധതിക്ക് ഗ്രാൻഡായാണ് നൽകുന്നത്. പക്ഷേ കേരളത്തിലേക്ക് വരുമ്പോൾ അത് വായ്പയാണ്. 800 കോടി എന്നത് തിരിച്ചടവാകുമ്പോൾ അത് എത്രയോ കോടിയായി മാറുന്നു എന്ന് താങ്കൾക്കറിയാമല്ലോ. നേരത്തെ 2018 പ്രളയകാലത്തടക്കം സൗജന്യമായി നൽകിയ അരിക്ക് പോലും കേന്ദ്രം പണം തിരികെ ചോദിക്കുന്നു എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇതാണ് ശ്രീ സമ്പത്ത് ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ കേരളം പോലെയുള്ള സംസ്ഥാനങ്ങളോട് മറ്റൊരു നയം സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നു. അത് തുറന്നു കാണിക്കാൻ CPIMO അല്ലെങ്കിൽ സർക്കാരോ ശ്രമിക്കും മറുഭാഗത്ത്. അല്ല അഭിലാഷേ, മാർക്സിസ്റ്റ് പാർട്ടി അത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ വയനാടിൻ്റെയും വിഴിഞ്ഞത്തേക്ക് കാര്യം നമ്മൾ പലവട്ടം ചർച്ച ചെയ്തതാണ്. വസ്തുതകൾ നമ്മൾ കണ്ടതാണ്. ഞാൻ അതിലേക്ക് പിന്നീട് വരാം. വേണമെങ്കിൽ വിശദമായിട്ട് ചർച്ച ചെയ്യണമെങ്കിൽ തന്നെ അതിന് തന്നെ 1 മണിക്കൂർ എടുക്കും. പക്ഷെ ഇവിടുത്തെ യഥാർത്ഥ പ്രശ്നം എന്താ? നിർമ്മല സീതാരാമൻ കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ സൂചിപ്പിച്ചു, കേരളം തോമസ് ഐസക്കിന്റെ കാലഘട്ടം മുതൽ ആവശ്യപ്പെടുന്നത് ഞങ്ങൾക്ക് കൂടുതൽ പണം കടമെടുക്കാനുള്ള അനുമതി വേണം. കടമെടുത്താൽ മതി അവർക്ക്. കടമെടുത്ത് കേരളത്തെ നശിപ്പിക്കുന്ന ഒരു നിലപാടല്ലേ തോമസ് ഐസക്കിന്റെ കാലം മുതൽ നമ്മൾ ആദ്യം മുതൽ കണ്ടത്? മറ്റ് സംസ്ഥാനങ്ങൾ നമ്മളെയൊക്കെ പോലെ തന്നെ പതുക്കെ പിച്ച വെച്ച് വന്ന മറ്റ് സംസ്ഥാനങ്ങളൊക്കെ രക്ഷപ്പെട്ടു. ഇത്തരം പ്രതിസന്ധിയില്ല. അവർക്ക് എന്തെങ്കിലും കൂടുതൽ കിട്ടുന്നുണ്ടോ ഈ കേരളത്തിന് കിട്ടാത്തത്? എല്ലാ സംസ്ഥാനങ്ങൾക്കും ധനകാര്യ കമ്മീഷൻ ആ നിർദ്ദേശിക്കുന്ന പ്രകാരമുള്ള ധനസഹായവും സാമ്പത്തിക സഹായവും എല്ലാം പദ്ധതികളും കൊടുത്തിട്ടുണ്ട്. ഒരു സംശയമില്ല. അതും കഴിഞ്ഞ ദിവസം നിർമ്മല സീതാരാമൻ പാർലമെന്റിൽ സൂചിപ്പിച്ചു. അപ്പൊ ഞങ്ങൾക്ക് കേരളത്തോട് അവഗണനയല്ല. ഇപ്പൊ കേരളത്തിലെ പ്രധാനപ്പെട്ട കുറെ പ്രോജക്റ്റുകൾ ദേശീയപാതയെക്കുറിച്ച് പറഞ്ഞു. ഇവരൊരു 5000 കോടി രൂപ കൊടുത്തു. ശരിയാണ്. അതിന് പകരം എത്ര കോടിയുടെ പദ്ധതിയാ പിന്നീട് ഇവർ കൊടുക്കാമെന്ന് പറഞ്ഞ വാഗ്ദാനത്തിൽ നിന്ന് പിന്മാറുകയും ചെയ്തില്ലേ? ഇവരെന്തെങ്കിലും കൊടുത്തോ പിന്നീട്? പക്ഷെ കേരളത്തിലെ പദ്ധതിക്ക് എന്തെങ്കിലും തടസ്സം വന്നിട്ടുണ്ടോ? അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ സക്രിയമായിട്ട് നടക്കുന്നില്ലേ? കേരളത്തിൽ ചിന്തിക്കാനാവാത്ത വണ്ണമുള്ള ദേശീയപാത വികസനമല്ലേ നടക്കുന്നേ? മെട്രോ റെയിലിന്റെ കാര്യത്തിൽ ഇപ്പൊ പാലക്കാട് ഇൻഡസ്ട്രിയൽ കോറിഡോർ വരുന്നു. അങ്ങനെ എന്തെല്ലാം പദ്ധതികൾ കേന്ദ്രത്തിന് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന് വേണ്ടി കൊടുത്തിട്ടുണ്ട്. അതിലൊക്കെ കേന്ദ്രത്തിന്റെ സഹായം. NHAയിലൊക്കെ വേറെ എന്താ ഇവർ മുടക്കുന്ന ഇപ്പോ? അപ്പോ അങ്ങനെ പറഞ്ഞ് ആക്ഷേപിക്കരുത്. ഇവര് കടമെടുക്കാൻ വേണ്ടിയിട്ട് അനുമതി തേടി സുപ്രീം കോടതി പോയത് നമ്മുടെ മുമ്പിലുണ്ടല്ലോ അഭിലാഷേ. എന്തെല്ലാം വാദഗതികൾ ഉന്നയിച്ചു. എന്നിട്ട് അവസാനം സുപ്രീം കോടതി പറഞ്ഞത് എന്താ? നിങ്ങൾക്ക് അർഹതപ്പെട്ടതൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇപ്പോ സമ്പത്ത് സൂചിപ്പിച്ചതുപോലെ ട്രഷറിയിലെ ഡെപ്പോസിറ്റും കിഫ്ബിയുടെ കാര്യവും ഇതൊക്കെ സുപ്രീം കോടതിയുടെ മുമ്പിൽ അവതരിപ്പിച്ചില്ലേ? സുപ്രീം കോടതി തള്ളിയില്ലേ അതൊക്കെ? അതിനുശേഷം സുപ്രീം കോടതി ഇക്കാര്യത്തിൽ ഒരു വിധി കൽപ്പിച്ചതിന് ശേഷവും നാട്ടിൽ മാർക്സിസ്റ്റുകാരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ഇത്തരത്തിലുള്ള പ്രചരണം നടത്താം. പക്ഷെ കേരളത്തിലെ സാമാന്യ ബോധമുള്ളവർക്ക് അറിയാം ഇത് സുപ്രീം കോടതി വിധി പറഞ്ഞത് കേന്ദ്ര സർക്കാരിന്റെ നിലപാട് ശരിയായിരുന്നു എന്ന് തന്നെയാണ്. ഞാൻ ഒരു കണക്കുകൂടി അവതരിപ്പിക്കാം. ഞാൻ കമ്മതി കണക്കുകളല്ല, ഞാൻ CAG റിപ്പോർട്ടിനെ ഉദ്ധരിച്ചുകൊണ്ട് കണക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് തന്നെ ഈ വാദഗതികളെ നേരിടാൻ കഴിയും എന്ന് വിചാരിക്കുന്ന ഒരാളാണ്. 2016 മുതൽ കടമെടുത്തതിന്റെ കണക്ക് നമ്മുടെ മുമ്പിലുണ്ട്. 2019-20 മുതലുള്ള കണക്ക് ഞാൻ ഉദ്ധരിക്കാം. ഒരുപാട് പഴയതിലേക്ക് പോകുന്നില്ല. 19-20 60,407 കോടി രൂപ കേരളം കടമെടുത്തു ഒരു വർഷം.
അതിൽ 8,454 കോടി രൂപയാണ് വികസന പദ്ധതികൾക്കായിട്ട് ചെലവഴിച്ചത്. വെറും 14%. ബാക്കി 86% ഈ പലിശ കൊടുക്കാനും ശമ്പളം കൊടുക്കാനും തൂർത്തടിക്കാനുമാണ് ചെലവഴിച്ചത്. വികസന പദ്ധതിക്ക് എന്ന് പറഞ്ഞിട്ടാണ് കടമെടുക്കുന്നത്. 2021 69,735 കോടി രൂപ കടമെടുത്തു. അതിൽ 12,889 കോടി രൂപ മാത്രമാണ് എന്തെങ്കിലും ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന് വേണ്ടി നീക്കിവെച്ചത്. ബാക്കി അത് 18% മാത്രം. 21-22 64,933 കോടി രൂപ കടമെടുത്തു. 14,191 ചെലവഴിച്ചത് ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടിയിട്ട്. 22-23 രണ്ട് കണക്കൂടി ഉണ്ട് അഭിലാഷേ. 22-23 54,007 കോടി രൂപ കടം മേടിച്ചു. 13,996 കോടി രൂപ മാത്രമാണ് ചെലവഴിച്ചത്, 26%. 23-24 1,04,354 കോടി കടമെടുത്തു. 13,854 കോടി രൂപ മാത്രമാണ് ഇൻഫ്രാസ്ട്രക്ചറോ ഡെവലപ്മെന്റ് പ്രോജക്റ്റിന് വേണ്ടി ചെലവഴിച്ചത്. ഇന്നിപ്പോ സമ്പത്ത് പറയുന്നുണ്ടല്ലോ, ഇപ്പൊ നമ്മളൊരു ഇയർ എൻഡിലാണ് നിൽക്കുന്നേ. ട്രഷറി അടച്ചു പൂട്ടിയിരിക്കുക അഭിലാഷേ, ട്രഷറി അടച്ചു പൂട്ടിയിരിക്കുക. ഏതാണ്ട് ഒരു ബില്ലും പാസ്സാക്കുന്നില്ല. കേന്ദ്രം പറഞ്ഞെടുത്തോളം പണം, രണ്ടാമത് പോയി ചോദിച്ചതനുസരിച്ചും കടമെടുത്തോളം പറഞ്ഞു. എന്നിട്ടും ട്രഷറി അടഞ്ഞു കിടക്കുക. ഒരു പൈസ ഇവിടുത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കൊക്കെ പ്ലാൻ ഫണ്ടിന്റെ ഉപയോഗം പോലും നടന്നിട്ടില്ല. അങ്ങനെ കേരളത്തെ മുരടിപ്പിക്കുന്ന ഒരു നിലപാടിലേക്ക് ശ്രീ സമ്പത്ത്, ഞാൻ ഒറ്റ കാര്യമുള്ളൂ. അത് ഇതിപ്പോൾ എന്തായാലും അത് KV ചേട്ടൻ ഇത് ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചത് നന്നായി. അതുകൊണ്ടാണ് എനിക്കിത് പറയാനായി കഴിഞ്ഞത്. ഇല്ല എങ്കിൽ അത് പറ്റില്ലായിരുന്നല്ലോ. സംസ്ഥാന സർക്കാരുകൾ കടമെടുക്കാറുണ്ട്. ആ കടമെടുക്കുന്നത് ഇന്ത്യയുടെ ഭരണഘടന അനുസരിച്ച് സംസ്ഥാനങ്ങൾക്കുള്ള അധികാരം ഉപയോഗിച്ച് ആ അധികാരത്തെയാണ് അതിനെ വരിഞ്ഞു മുറുക്കാനാണ് ഇന്ത്യ ഗവൺമെന്റ് ശ്രമിക്കുന്നത്. നിങ്ങൾ ഞങ്ങളുടെ കാൽക്കീഴിലായിരിക്കണം. ഇനി ഇവിടെ ഏറ്റവും ഒടുവിലത്തെ ഇന്ത്യ ഗവൺമെന്റിന്റെ കണക്കൊന്ന് നോക്കിയേ. കടമെടുത്തിട്ടുള്ളത് ഏറ്റവും ഒടുവിലായി തമിഴ്നാട് 8.3 ലക്ഷം കോടി രൂപ, ഉത്തർപ്രദേശ് 7.79 ലക്ഷം കോടി രൂപ, മഹാരാഷ്ട്ര 7.3 ലക്ഷം കോടി രൂപ, പശ്ചിമ ബംഗാൾ 6.6 ലക്ഷം കോടി രൂപ, കർണാടകം 6 ലക്ഷം കോടി രൂപ, രാജസ്ഥാൻ 5.6 ലക്ഷം കോടി രൂപ, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, ഇങ്ങനെ ഇത് വരികയാണ്. ഇവിടെ സംസ്ഥാനങ്ങളെല്ലാം കടമെടുക്കുന്ന നിലയിലേക്ക് പോയിട്ടുണ്ട് എങ്കിൽ അവർ അതിലേക്ക് കൊണ്ടെത്തിക്കുന്നതിന്റെ ഉത്തരവാദിത്വം എന്നത് ഇന്ത്യ ഗവൺമെന്റിനാണെന്ന് പറയാതെ നിർവാഹമില്ല. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. മഹാകവി എന്ന് നമ്മൾ ചങ്ങമ്പുഴയെ നമ്മൾ ജനകീയ കവി എന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുമ്പോൾ വാഴക്കുല എന്ന അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള മഹത്തരമായ കൃതിയുണ്ടല്ലോ. ഇതിനൊക്കെ പ്രതികാരം ചെയ്യാതെ അടങ്ങുമോ പതിതരെ നിങ്ങൾ തൻ പിന്മുറക്കാർ എന്ന് എഴുതി വെച്ചത് ആ കവിവാക്യം ഇന്നത്തെ ഇന്ത്യ ഗവൺമെന്റിന് അത് ബാധകമാണ് എന്ന് മാത്രമേ എനിക്ക് സൂചിപ്പിക്കാനുള്ളൂ. ശരി റൈറ്റ്. എന്തായാലും ശ്രീ വസന്ത്, ഈ സമ്പത്ത് സാറ് അല്പം വൈകി, അത് ഞങ്ങളുടെ പിഴവാണ്, ആവർത്തിച്ച് പറയുന്നു. അതുകൊണ്ടാണ് താങ്കളിലേക്ക് വരാൻ പറ്റാതെ പോയത്. നമ്മൾ ചർച്ച അവസാനിപ്പിക്കുകയാണ്. താങ്കൾ കൈ ഉയർത്തിയത് കൊണ്ട് മാത്രം രണ്ട് കാര്യം. ഒന്ന്, സ്വാഭാവികമായും BJP ഇതര സംസ്ഥാനങ്ങളോട് BJPക്കും കേന്ദ്ര ഗവൺമെന്റിനും ഒരു വിരുദ്ധ നയം, ഒരു ചിറ്റമ്മ നയമുണ്ട് എന്നതിൽ സംശയമില്ല. അത് കേരളത്തോടുമുണ്ട് എന്ന് ഞങ്ങൾ അംഗീകരിക്കുകയാണ്. പക്ഷെ അവിടെ യാതൊരു അടിസ്ഥാനവുമില്ലാത്ത കുറെ അവകാശവാദങ്ങൾ കേരളം പറയുകയാണ്. ഇപ്പൊ GST കോമ്പൻസേഷന്റെ കാര്യത്തിൽ തന്നെ അരിയാഹാരം കഴിക്കുന്നവർക്ക് മനസ്സിലാവും അതൊരു കാലഘട്ടം കഴിയുമ്പോൾ തീരുന്നതാണ്. അത് GST ആക്ടിലാണ് പറഞ്ഞത്. പക്ഷേ അത് ഇനിയും കിട്ടാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വരുമ്പോൾ സ്വാഭാവികമായി നമുക്ക് അവകാശപ്പെട്ടത് കിട്ടാതെ പോകും. അത് പറയുന്നതും തെറ്റാണ്. പുലി വരുന്നേ എന്ന് പറയുന്നത് പോലെ പലതവണ പുലി വരുന്നത് കള്ളം പറഞ്ഞു ഒടുക്കം യഥാർത്ഥത്തിൽ പുലി വന്നത് പറയുമ്പോൾ ആരും വിശ്വസിക്കാത്ത ഒരു അവസ്ഥ ഉണ്ടാവും. ഒന്ന്. രണ്ട്, ഡോക്ടർ സമ്പത്ത് ഇപ്പൊ വാഴക്കുലയുടെ കഥ പറഞ്ഞത് കൊണ്ട് ഈ ചിന്താജാറവും അടക്കമുള്ളവർക്ക് വാഴക്കുലയുമായി അറിയാമല്ലോ, ചിന്താജാറം അടക്കമുള്ളവർക്ക് അനാവശ്യമായി പൈസ കൂട്ടിക്കൊടുക്കുന്നു, PSC ബോർഡംഗങ്ങൾക്ക് കൊടുക്കുന്നു. ഇങ്ങനെയുള്ള ഈ ദൂർത്ത് അവസാനിപ്പിച്ചാൽ കേരളത്തിന് കേന്ദ്രത്തോട് പോഢ എന്ന് പറഞ്ഞ് നെഞ്ചുപിരിച്ച് നിൽക്കാനുള്ള സാമ്പത്തിക അവസ്ഥ ഉണ്ടാവും. അതിന് കേരളം തയ്യാറാവണം എന്ന് കൂടിയാണ് പറയാനുള്ളത്. എന്തായാലും BJPയുടെ സംസ്ഥാന കോർ കമ്മിറ്റി യോഗത്തിലാണ് കേന്ദ്ര പദ്ധതികൾ ബോധപൂർവമായി നടപ്പിലാക്കുന്നില്ല സംസ്ഥാന സർക്കാർ. അതുകൊണ്ട് തന്നെ ആ പദ്ധതികൾ പാർട്ടി തലത്തിൽ തന്നെ ഏറ്റെടുത്തുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുമെന്ന് പറയുമ്പോൾ KVS പറയുന്നത് അത് ഡേറ്റകളുടെ അടിസ്ഥാനത്തിലായിരിക്കും അങ്ങനെ ഒരു ക്യാമ്പയിൻ നടക്കാൻ പോകുന്നത് എന്നാണ്. തീർച്ചയായും അവിടെ സംസ്ഥാന സർക്കാരിനും കൃത്യമായ ഡേറ്റ
ജനങ്ങൾക്ക് നൽകാൻ സാധിക്കും. അങ്ങനെ ഈ വാദപ്രതിവാദങ്ങൾക്കപ്പുറത്ത് എന്താണ് നമ്മുടെ സംസ്ഥാനത്ത് ഈ സാമ്പത്തിക പ്രതിസന്ധിക്കുള്ള അടിസ്ഥാനപരമായ കാരണം, എന്തുകൊണ്ടാണ് നമ്മുടെ വികസന പദ്ധതികൾക്ക് വിലങ്ങുതടികൾ ഉണ്ടാകുന്നത് എന്നതൊക്കെ ജനങ്ങൾക്ക് കൂടുതൽ കാര്യക്ഷമമായി സുതാര്യമായി മനസ്സിലാക്കാൻ സാധിക്കട്ടെ എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷയർപ്പിക്കാം. വളരെയധികം നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത അതിഥികൾക്ക്. സ്പെഷ്യൽ ഡിബേറ്റ് പൂർണ്ണമാകുന്നു. നമസ്കാരം.